നാരായണ 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 ഏതെങ്കിലും നാരായണ 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 സാന്ദ്രാനന്ദാവബോധാത്മകം അനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ ഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ മുന ഒരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവദ്ഭാവി സാക്ഷാത് ഗുരുഭവനപുരേ ഹന്തഭാഗ്യം ജനാനാം മോക്ഷാബ്ധിസാരതര ഭാഗവതാക്ഷരത്നോ നാരായണീയ നവനീതം ഇദം ഗൃഹീത്വാ മായാമയൗഘപരിതപ്തജനായ യോദാൽ നാരായണാഗ്നിസുരായ നമോസ്തു തസ്മൈ ചക്രശംഖകൗമോദകീസരസിജം കരുണാസമുദ്രം രാധാസഹായം സുന്ദരമന്ദഹാസം വാസായേഷം സമസ്തനാമസങ്കീർത്തനം അഗ്രേ പശ്യാമി തേജോനിബിഡതരകലായാവലിവിലോകനീയം പീയൂഷാപ്ലാവിദോഹം തദന്തരേ ദിവ്യകൈശോരവേഷം താരുണ്യാരംഭരമ്യം പരമസുഖരസാസ്വാദരോ വാഞ്ചിതാംഗീരാവീതം നാരദാദ്യൈഃ വിലസദുപനിഷത്സുന്ദരീ മണ്ഡലൈശ്ച നീലാം കുഞ്ചിതാഗ്രം ഘനം അമലതരം സംയതം ചാരുഭംഗ്യാ രത്നോക്തം സാഭിരാമം വലയിതം ജയചന്ദ്രകൈഃ വിഞ്ചജാലൈഃ മന്ദാരസ്ത്രൗതിഭൂതം തവ സുഖഭരീഭാരമാരോഗയേഹം സ്നിഗ്ധസ്വേദോത്ഥപുംഘ്രാമഭിജ സുലളിതാം കാലകാലേന്ദുഭീതി ഹൃദ്യം പൂർണ്ണാനുകമ്പാഹരി ചഞ്ചല ഭൂവിലാസൈരാമീന സ്നിഗ്ധവക്ഷ്മാവലിപരിലസിതം നേത്രയുക്തം വിഭൂതി സാന്ദ്രച്ഛായം വിഷാദാരുകമലദളാകാരം ആമുഗ്ധതാരം കാരുണ്യാലോകലീലാശിശിരിതഭുവനം ക്ഷിപ്യതാം ഉത്തൂംഗോല്ലാസിനാസം ഹരിമണിമുകുരപ്രോന്നസർഗണ്ഡപാളീവ്യാലോലൻ കർണപാശാന്തമകരമണീകുണ്ടദ്വന്ദ്വനേത്രം ഉന്മീലദ്ദന്തഭംഗിസ്ഫുരധർമ്മതരച്ഛായ ബിംബാധരാന്തപ്രീതി പ്രസ്യന്തി മന്ദസ്മിതമധുരതരം വക്ത്രം ഉദ്ഭാസതാംബി ബാഹുദ്വന്ദ്വേന രത്നോജ്വലവലയഭൃതാ ശൗണപാണി പ്രവാളേനോപാത്താം വേണുനാളി പ്രസൃതനഖമയൂഖാംഗീ സംഘശാലാം ൃത്വാവക്താരവിന്ദേ സുമധുരവികസദ്രാഗമുദ്ഭാവ്യമാനീഃ ശബ്ദബ്രഹ്മാമൃതൈസ്ത്വം ശിശിരിതഭുവനൈः സിഞ്ച മേ കർണവീചി ഉത്സർപ്പർക്കസ്തുഭശ്രീതതിഭിരന്വിതം കോമളം ഗന്ധദേശം വക്ഷശ്രീവത്സരമ്യം തരളതരസമുദ്ദീ പ്രഹാരപ്രധാനം നാനാവർണ്ണപ്രസൂനാവലികിസലൈ വന്യമാലാം വിലോലല്ലോലന്താം ലംബമാനാമരസി
തവ തഥാ ഭാവയേ രത്നമാലാം അംഗേ പഞ്ചാംഗരാഗീരതിശയവികസൗരഭാകൃഷ്ടലോകം ലീനാനേന ത്രിലോകീ വിദതിമപി കൃശാം വിഭ്രതം മധ്യവത്തി ശക്രാശ്മന്യസ്തതപ്യോജലകനകനിഭംബീതചേലം ദധാനം ധ്യായാമോ ദീപ്തരശ്മിസ്ഫുടമനിദശനാകിരി മണ്ഡിതം ത്വാ ചാരു തവോരു ഘനമസൃണരുചൗ ചിത്തചോരൗ രമായാ വിശ്വക്ഷോഭം വിശങ്ക്യ ധ്രുവം അനിശമുഭോ പീതചേലാനുസാംഗോ ആനമ്രാണാം പുരസ്താന്യസനധിപസമസ്താർത്ഥവാളീ സമൃദ്ധച്ഛായം ജാനുദ്വയം ച ക്രമപൃഥുലമനോജ്ഞേ നിഷേവേ മഞ്ജീരം മഞ്ജുനാദേ പദഭജനം ശ്രേയ പദഭജനം ശ്രേയ പദഭജനം ശ്രേയ ഇത്യാരമന്ദം പാദാഗ്രം ഭ്രാന്തിമധ്യപ്രണതജനമനോമന്ദരോദ്ധാരഭൂമം ഉത്തുംഗാതാമര രാജന്മഖരഹിമകരദ്യോസ്മയാച ആശ്രിതാനാം സന്താപധ്വാന്തഹദ്രീം ഭതിം അനുകലയേ മംഗളാം അംബുധീനാം യോഗീന്ദ്രാണാം ത്വഗന്ധേഷു അധികസുമധുരം മുക്തിഭാജാം നിവാസ ഭക്താനാം കാമവർഷദ്യുതരുകി സദയം നാഥ തേ പാദമൂലം നിത്യം ചിത്തസ്ഥിതം മേ പവനപുരപതേ കൃഷ്ണ കാരുണ്യസിന്ധോ ഹൃത്വാ നിശേഷതാവാൻ പ്രതിശതു പരമാനന്ദസന്തോഷലക്ഷ്മി അജ്ഞാത്വാ തേ മഹത്വം യദിഹ നിഗദിതം വിശ്വനാഥ ക്ഷമേധാ സ്തോത്രം ചെയ്ത സഹസ്രോത്തരമധികതരം തത്പ്രസാദായ ഭൂയാൻ ദ്വേധാ നാരായണീയം ശ്രുതിഷു യജനുഷാ സ്തുത്യതാ വർണ്ണനേന പ്രീതം ലീലാവതാരൈഃ ഇദമിഹ പുരുതാം ആയുരാരോഗ്യസൗഖ്യം അജ്ഞാത്വാ തേ മഹത്വം യദിഹ നിഗദിതം വിശ്വനാഥ ക്ഷമേധാ സ്തോത്രം ചെയ്തം സഹസ്രോത്തരമധികതരം തത്പ്രസാദായ ഭൂയാൻ ദ്വേധാ നാരായണീയം ശ്രുതിഷു ജനുഷാ സ്തുത്യതാ വർണ്ണനേന പ്രീതം ലീലാവതാരൈഃ ഇദമിഹ പുരുതാം ആയുരാരോഗ്യസൗഖ്യം സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ശ്രീഗുരുവായൂരപ്പന്റെ നാരായണീയ സ്വരൂപത്തെ 1000 ശ്ലോകങ്ങളെ കൊണ്ട് സാക്ഷാൽ 1000 ഭണങ്ങളുള്ള അനന്തൻ മറ്റൊരു ജന്മം എടുത്തു വന്നത് എന്ന പോലെ മേൽപ്പത്തിൽപ്പെട്ടതിന്റെ പുഷ്പാഞ്ജലി സഹസ്രനാമം അല്ലെങ്കിൽ സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാൽ എന്ന വളരെ പ്രസിദ്ധമായ വേദത്തിലെ ഭഗവാന്റെ പ്രത്യേകം ഏത് ഈശ്വരന്മാർക്കും ഉപയോഗിക്കാറുള്ള പുരുഷസൂക്തം അതിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഭഗവാന്റെ മാഹാത്മ്യം. അതൊക്കെ വർണ്ണനേന സ്ഫീതം ഭഗവത് കഥകളോട് കൂട്ടിച്ചേർത്ത് ഊടുപ്പാവുമായിട്ട് പട്ടുവസ്ത്രം നെയ്തെടുക്കുന്നത് പോലെ, അല്ലെങ്കിൽ നിരവധി 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 പൂക്കള് ഉള്ളത് മുഴുവനും ശേഖരിച്ച് മാല കെട്ടി ചാർത്തുന്നത് പോലെ ഭക്തശിരോമണി 1000 പുഷ്പങ്ങളെ കൊണ്ട് തൻ്റെ ഭാവനയാകുന്ന നൂലും ചേർത്ത്
ഇതാ ഗുരുവായൂരപ്പന് മാല ചാർത്തി. യശോദ ഉണ്ണിയെ എണീച്ച് മാറി നിന്നൊന്ന് നോക്കി ഉമ്മ വയ്ക്കും ഓടി വന്ന്. അതുപോലെ വിശ്വനാഥ ക്ഷമേധാഹ എന്ന് പ്രാർത്ഥിച്ച് പൊന്നോമനക്കുട്ടനെ എടുത്ത് ദ്വേധാ നാരായണീയം. നാരായണൻ എന്ന ഗുരുവായൂരപ്പനെ പറ്റിയും നാരായണൻ എന്ന ഇയുള്ളവന്റെ കൃതിയായും രചിച്ച ഇത് എല്ലാവർക്കും ലോകത്തിന് മുഴുവനും ആയുരാരോഗ്യ സൗഖ്യങ്ങൾക്കായിട്ട് ഇതാ സമർപ്പിച്ചു. ഗുരുവായൂരപ്പ പറഞ്ഞതൊക്കെ ഇവിടുത്തെ സ്തോത്രമായിട്ട്, ചെയ്യുന്നതൊക്കെ അവിടുത്തേക്കുള്ള സമർപ്പണമായിട്ട് സ്വീകരിക്കണേ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു. ഭഗവാൻ അപ്പം തന്നെ അവിടുന്ന് ശ്രീലാകത്തുനിന്ന് രണ്ടുപേരില് ഉയർത്തി കാണിച്ചിട്ടുണ്ടാവാം. എന്താ? ഭാഗവതത്തിലെ സകല കഥാപാത്രങ്ങളും ആ ശ്രീലാകത്തുണ്ട്. ആദ്യത്തെ ശ്ലോകത്തിൽ പറഞ്ഞില്ലേ, കോടാനകോടി കോടാനകോടി എന്ന് പറഞ്ഞാൽ ആവില്ല. സഹസ്രശീർഷ പുരുഷ എന്ന് പറഞ്ഞ പോലെ നീണ്ടു നിവർന്ന അനന്തപത്മനാഭൻ കാസർകോട്ട് നിന്ന് തിരുവനന്തപുരം വരെ നീണ്ടു നിവർന്ന് കിടക്കുന്നത് വില്ലവങ്കലം കണ്ടു എന്ന് പറയണ പോലെ നീണ്ടു നിവർന്ന് കിടക്കുന്ന ശ്രീഗുരുവായൂരപ്പനെ തൻ്റെ നോമനക്കുട്ടനായിട്ട് വർണ്ണിച്ച് അണിയിച്ചൊരുക്കി വെണ്ണ തിന്നുന്ന ഉള്ളിയായിട്ട് നമുക്കൊക്കെ തരാം. ദ്വേധാ നാരായണീയം, ദ്വേധാ നാരായണീയം. ഇങ്ങനെ പിടിക്കുമ്പോ ഇന്നത്തെ മോഡേൺ ന്യൂ ജനറേഷൻ പറയും, ഇങ്ങനെ കാണിച്ചാൽ ദ്വേധാ നാരായണീയം എന്ന് ഇവിടെ പറയണു. വി ഫോർ വിക്ടറി, വി ഫോർ വിക്ടറി, വി ഫോർ വിക്ടറി എന്നാ ഞങ്ങൾ പറയാം. ആയിക്കോട്ടെ. ദ്വേധ എല്ലാ തരത്തിലുള്ള ജയമുദീരയേൽ 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 വിജയവും നമുക്ക് ആശംസിച്ചു തന്നുകൊണ്ട് നവനീതം ആദ്യം പറഞ്ഞു. എത്ര വെണ്ണ കൊടുത്താലും ഈ കൈ കൊടുത്താൽ ഈ കയ്യിലും വേണം, ഒരു ഗ്ലാസ് കൊടുത്താൽ അടുത്ത ഗ്ലാസ്സിനും വേണം. ഇങ്ങനെയാണ് എപ്പോഴും യശോദയുടെ മുമ്പില്. അമ്മേ അമ്മേ ഉണ്ണിയുടെ ഈ കയ്യിൽ മാത്രം തന്നാലേ ഈ കയ്യിൽ സങ്കടപ്പെടില്ലേ? അമ്മ ഏട്ടിന് മാത്രം വെണ്ണ കൊടുത്താ ഉണ്ണി ഇവിടെ സങ്കടപ്പെട്ട് നിൽക്കില്ലേ? അതുപോലെയല്ലേ ഈ കയ്യിൽ വെണ്ണ കൊടുത്തിട്ട് ഈ കയ്യിൽ വേറെ തരാൻ ഞാൻ? യശോദ ഒന്ന് നോക്കും. കൊതിയൻ മതിയാവില്ല. കൊതിയുടെ വിധി ശാപ്പാട്ടുരാമൻ സഹായം. ഏട്ടന്റെ പേര് ബലരാമൻ എന്നല്ലേ? എന്റെ പേര് അമ്മ വിളിക്കുന്ന ശാപ്പാട്ടുരാമൻ. ശാപ്പാട്ടുരാമൻ കഴിച്ചോ? മതിയാവലില്ല കൊതിയൻ എന്ന് പറഞ്ഞ അമ്മ കൊടുക്കുമ്പോഴത്തെ ആ ഒരു വാത്സല്യം, തന്റെ സൂത്രം ഫലിച്ചു. ഈ കയ്യിൽ കിട്ടിയിട്ട് ഈ കയ്യിൽ കിട്ടാൻ ഞാൻ സങ്കടാവില്ല എന്ന് പറഞ്ഞ് ഫലിച്ചു എന്ന് പറഞ്ഞ വിജയം ഭഗവാൻ സ്വന്താക്കുക. അമ്മയുടെ മുമ്പില് അമ്മ നൽകുന്ന വെണ്ണ അധികം തിന്ന് കുഞ്ഞു വയർ പീർപ്പിച്ച് നിൽക്കുമ്പോഴത്തെ ആ ഒരു വിജയശ്രീ ഭാഗവതമാകുന്ന ആ വലിയ പാൽക്കടൽ കടഞ്ഞ് ഈ വെണ്ണ എടുത്ത് ഗുരുവായൂരപ്പന് കൊടുത്ത് അത് നമുക്കൊക്കെ തരാൻ അവിടുന്ന് ഏർപ്പാട് ചെയ്യുമ്പോൾ ഭക്തശിഷ്യപ്പാടിനുണ്ടാവുന്ന ഒരു പരമാനന്ദം എന്താവും? അതിനാണ് നവനീതമിതം ഗൃഹീത്വ എന്ന് പ്രത്യേകം പറയണത്. മോക്ഷാബ്ധിസാരതര ഭാഗവതാഖ്യജത്ന നാരായണീയ നവനീതം. ഇതുപോലെ ഒരു ഗീതം, ഒരു കീർത്തനം, ഒരു സ്തോത്രകാവ്യം ഉണ്ടായിട്ടില്ല, ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവില്ല എന്നുള്ള മട്ടാണ്. ആയാമയൗഘഭരിതപ്തജനായ യോദാൽ. ഭഗവാൻ മേധിച്ച വെണ്ണ എല്ലാവർക്കും പ്രസാദം 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 എന്ന് പറഞ്ഞു കൊടുക്കാൻ ആയിരം നാവുകളുള്ള അനന്തന്റെ അവതാരമായ ഭട്ടതിരിപ്പാടിന് സാധിച്ചില്ലേ? തോന്നിയില്ലേ? അതാണ് നമ്മുടെയൊക്കെ വിജയം. അപ്പോ മോക്ഷാബ്ധിസാരതര ഭാഗവതാഖ്യദഗ്ന അത് തൻ്റെ ബുദ്ധി കൂർമ്മത കൊണ്ട് കടഞ്ഞെടുത്തു എന്നാണ്. മന്ദരപർവ്വതം ഉപയോഗിച്ചാണ് പാലാഴി കടഞ്ഞത്. മന്ദരപർവ്വതം എങ്ങനെയാ അങ്ങനെ നിന്നത്?
അതിൻ്റെ അടിയിൽ ഒരു കൂർമ്മം ഉണ്ട്. പിന്നെ അല്ല, ഭഗവത്ത് പറയണല്ലോ വളരെ വലിയ ശ്ലോകം, പൃഷ്ഠേ ഭ്രാമ്യതമന്ദമന്ദരഗിരിഗ്രാവാഗ്രകണ്ഠൂയനാൽ നിദ്രാളോ കമഠാകൃതേർ ഭഗവത ശ്വാസാദിലാപാന്തുവ. ഭഗവാൻ കൂർമ്മമായിട്ട് മന്ദരപർവ്വതത്തിന്റെ അടിയിൽ നിന്ന് പുറം കൊണ്ട് അത് പൊക്കി പിടിച്ചില്ലായിരുന്നുവെങ്കിൽ എങ്ങനെയാ അമൃത് കിട്ടുക? ഇതുപോലെ ഭട്ടതിരിപ്പാടിന്റെ ബുദ്ധി കൂർമ്മത അവിടെ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഭാഗവതത്തിൽ നിന്നും ഈ നാരായണീയമാകുന്ന അമൃത്, നാരായണീയമാകുന്ന എണ്ണ എങ്ങനെ കിട്ടുമായിരുന്നു? അപ്പൊ അവിടെ കൂർമാവതാരം നിന്ന് എല്ലാവർക്കും ഇഷ്ടംപോലെ മഥനം ചെയ്യാം. എന്റെ പുറത്തുനിന്നത് വീഴില്ല, ഉശിരായിട്ട് അവിടെ നിന്നു. യോഗ സിദ്ധി നമ്മളെ ഏതു വലിയ പ്രപഞ്ചത്തിലെ ഭാരവും എടുക്കാൻ ശക്തിയുള്ളവരാക്കുന്നു എന്നാണത്രേ കൂർമ്മമൂർത്തി ആയി വന്ന ഭഗവാൻ. ആമയുടെ പുറന്തോട് കൊണ്ട് പർവ്വതം പൊക്കുന്ന, പർവ്വതത്തെ താങ്ങി നിൽക്കുന്ന ആ പ്രവൃത്തിയിലൂടെ ലോകത്തിന് കാണിച്ചത്. ഇതൊക്കെ നമുക്കെന്തോ മനസ്സിലാവണം. നമ്മളാകെപ്പാടെ മത്സ്യം കുറുമ്പം വരാഹെന്നും പറഞ്ഞ് 10 എണ്ണ ആയില്ലേ? 10 പേരുകൊണ്ട് എണ്ണി നോക്കുക, ഓ അവതാരമൊക്കെ ആയി. ഭാഗവതം തുടങ്ങുമ്പോഴേ പറയുന്നുണ്ട് ഈ അവതാരമൊക്കെ ആയി എന്ന്. 10 അവതാരം 10 പേരുകൊണ്ട് എണ്ണി പിടിച്ചിട്ട് പറയല്ലേ, അവതാരാഹി അസംഖ്യേയാ. നിങ്ങൾ അങ്ങനെ എണ്ണിയാൽ കഴിയുന്നത്ര അവതാരമൊന്നും അല്ല ഭഗവാൻ എടുത്തിട്ടുള്ളൂ. തീർച്ചയായിട്ടും ആലോചിച്ച് നോക്കിക്കൊള്ളൂ. ജനുഷാസ്തുത്യതാ വർണ്ണനേന സ്ഫീതം. ഓരോ അവതാരങ്ങൾക്കും വർണ്ണനകൾ അങ്ങോട്ട് തുടങ്ങിയാൽ അത് അവസാനിക്കുന്നില്ല. അതിന് നല്ല ഉദാഹരണമാണ് പഞ്ചമസ്കന്ധത്തിലെ ഓരോ അവതാരമൂർത്തികളെ ഓരോരുത്തരും ഓരോ രീതിയിൽ ഉപാസന ചെയ്യുന്നത് വിസ്തരിച്ച് പറയണത് അല്ലേ? അതാണ് ജനുഷാസ്തുത്യതാവർണ്ണനേന, ജനുഷാസ്തുത്യതാവർണ്ണനേന സ്ഫീതം ലീലാവതാരൈഹി. അപ്പോ പഞ്ചമസ്കന്ധത്തിലെ കൂർമ്മമൂർത്തിയെ സ്തുതിക്കല്, മത്സ്യമൂർത്തിയെ സ്തുതിക്കല്, വരാഹമൂർത്തിയെ സ്തുതിക്കല്, ഓരോരുത്തരും ഓരോ ദിക്കിലിരിക്കണു. നരസിംഹമൂർത്തിയെ പ്രഹ്ലാദം സ്തുതിച്ചുകൊണ്ടിരിക്കല്. ഹരിവരുഷത്തില് 9 ഭൂഖണ്ഡങ്ങളിൽ, ഭൂവരുഷം എന്നാ പറയണത്, വർഷങ്ങളിൽ, ഭൂഖണ്ഡങ്ങളിൽ 9 തരത്തിലുള്ള ഈശ്വരന്മാരെ 9 തരത്തിൽ ആരാധിക്കുന്നുണ്ട്, സ്തുതിക്കുന്നുണ്ട്, കീർത്തനങ്ങൾ ചൊല്ലുന്നുണ്ട്. ജനുഷാ സ്തുത്യത വർണ്ണനേന സ്ഫീതം ലീലാവതാരൈഹി. അവിടെ കൂർമ്മമൂർത്തിയുടെ ഈ മന്ദരപർവ്വതം താങ്ങുന്ന ഊർജസ്വലത, ആ യോഗശക്തി പ്രത്യേകം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്, വർണ്ണിക്കുന്നുണ്ട്. അപ്പോ ഭഗവാന്റെ ആ പ്രത്യേകത പറഞ്ഞില്ലേ, പർവ്വതത്തെ പൊക്കി പിടിച്ചുകൊണ്ട് നിൽക്കുന്ന അന്നത്തെ കൂർമ്മമൂർത്തിയുടെ പ്രത്യേകത ഇന്നും നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് എന്ന് ചോദിക്കണു. എന്താ അത്? ആ ശ്ലോകത്തിൽ പറഞ്ഞത് അമന്തമന്ദരഗിരി ഗ്രാവോത്ഥ അമന്തമന്ദരഗിരി ഗ്രാവം. മന്ദരഗിരിയുടെ അടുത്ത് ചെന്ന് പൊക്കി അതിങ്ങനെ പുറത്തു തിരിയുമ്പോ ശ്വാസാനിലാഹ. അവിടത്തേക്ക് ഈ പർവ്വതം തിരിയുമ്പോ കൂർമ്മമൂർത്തിക്ക് ബുദ്ധിമുട്ടാവില്ലേ നമുക്ക് തോന്നാന്നല്ലാണ്ട് അവിടത്തേക്ക് ഒരാളിങ്ങനെ ചൊറിഞ്ഞു കൊടുത്താൽ, പശുക്കളൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, ചൊറിഞ്ഞു കൊടുത്താൽ അങ്ങനെ പകുതി കണ്ണടച്ച് വളരെ ഇഷ്ടമായിട്ട് ചെവി മൊട്ടം പിടിച്ച് അതിങ്ങനെ ആസ്വദിക്കും. ഇതുപോലെ കൂർമ്മമൂർത്തി തൻ്റെ പുറത്ത് തിരിയുന്ന മന്ദരപർവ്വതത്തിന്റെ തലോടല് ആസ്വദിച്ചു കൊണ്ടേയിരിക്കുന്നു. ആ ആസ്വാദനത്തിന്റെ അതിമനോഹരമായ ചിത്രീകരണം അവിടെ വർണ്ണിക്കുന്നുണ്ട്. എന്ത്? അമന്തമന്ദരഗിരിഗ്രാവാഗ്ര കണ്ടുവിനാം നിദ്രാളോഹോ. ഭഗവാൻ ഉറക്കം വന്നു. ഉറക്കം വന്നപ്പോ എന്തായി? കൂർക്കം വലിച്ചുറങ്ങാൻ തുടങ്ങി. കൂർമ്മമൂർത്തിയുടെ പാറ കൊണ്ട് പുറത്തു ചൊറിയുമ്പോഴുള്ള കൂർക്കം വലിച്ചുള്ള ഉറക്കം. എന്താ ഇതിന് തെളിവ്? ഭാഗവതം പറയണോ, സമുദ്രത്തില് വക്കത്ത് ചെന്ന് നോക്കൂ. ഇന്നും ഭഗവാൻ കൂർമ്മമൂർത്തിയായിരുന്നു കൊണ്ട് ഇതാ നമുക്ക് അവിടുത്തെ ആ ശ്വാസോച്ഛ്വാസങ്ങളെ കൊണ്ട് തിരമാലകൾ ഉണ്ടാക്കി കാണിച്ചു തരണില്ലേ? ഇന്നും ഭഗവാൻ അടിയിൽ ഇരുന്നു കൊണ്ട് ഇതൊക്കെ എൻ്റെ ചുമതലയാ എന്നും എന്ന് കാണിച്ചു തരുന്ന തെളിവാണ്
ഈ സമുദ്രത്തിലെ തിരമാലകള് എന്നൊന്ന് ഭാവന ചെയ്തു നോക്കൂ. അതാണ് വർണ്ണനേന സ്ഫീതം സ്തുവതാ വർണ്ണനേന സ്ഫീതം. സ്തുതി വർണ്ണനം അത് രണ്ടും കൂടുമ്പോ ഉണ്ടാകുന്ന ആ പൊലിമ, അത് കൂർമ്മമൂർത്തിയെ സ്തുതിക്കുന്ന ശ്ലോകത്തിൽ എന്ന പോലെ ഇവിടെയും ഭട്ടതിരിപ്പാട് നമുക്ക് കാണിച്ചു തരുന്നു. ആ പൊലിമയാണ് ഈ 10 ശ്ലോകം. ആദ്യം ഭട്ടതിരിപ്പാട് നാരായണീയം തുടങ്ങുമ്പോൾ നമുക്കറിയാം വളരെ ഗംഭീരമായിട്ട് സൂര്യസ്പർദ്ധികിരീടം ഊർധ്വതിലക പ്രോദ്ഭാസിഭാലാന്തം കാരുണ്യാകുലനേത്രം ആർദ്രഹസിതോല്ലാസം സുനാസാപുടം ഗണ്ഡോദ്യന്മകരാഭകുണ്ഡലയുഗം കണ്ഠോജ്വല കൗസ്തുഭം ദ്രൂപം വനമാല്യഹാരപടല ശ്രീവത്സവീ പ്രംഭജേ എന്നൊരു ശ്ലോകം കൊണ്ട് ആദ്യം പകുതി വർണ്ണിച്ചു. പിന്നെ അത് പോരാ എന്ന് തോന്നിയിട്ട് വീണ്ടും കേയൂരാംഗിത കങ്കണോത്തമ മഹാരത്നാങ്കുലീയാങ്കിത ശ്രീമദ് ബാഹു ചതുഷ്ക സംഗത ഗജാശങ്കാരി പങ്കേരുഹാം കാഞ്ചന കാഞ്ചിലാഞ്ചിതലസൻ പീതാംബരാലംബനീമാലംബേ വിമലാംബുജദ്യുതിപദാം മൂർത്തിം തവാർത്തിച്ഛിതം എന്ന് രണ്ടാമത്തെ ശ്ലോകം കൊണ്ടും വർണ്ണിച്ചു. ഗുരുവായൂരപ്പൻ അന്ന് എടുത്തു വെച്ചിട്ടുണ്ട് ദ്വേധാ നാരായണീയം, ദ്വേധാ നാരായണീയം. ഇങ്ങനെ ഭട്ടതിരിപ്പാട് രണ്ടാം ശ്ലോകമാകുമ്പോഴേക്കും എനിക്ക് രോമാഞ്ചണ്ടാവുന്ന മട്ടിൽ എന്നെ ഇങ്ങനെ വർണ്ണിച്ച പൊലിമ സ്തുത്യതാ വർണ്ണനേന സ്ഫീതം, സ്തുത്യതാ വർണ്ണനേന സ്ഫീതം ആക്കി വെക്കുകയാണെങ്കിൽ ഞാൻ ഈ ഭട്ടതിരിക്ക് കൊടുക്കും ചിലതൊക്കെ. അത് ഒടുവിലത്തെ ശ്ലോകത്തില് വ്യക്തം. ഇടവിഹ ഗുരുനാം ആയുരാരോഗ്യ സൗഖ്യം, ഇടമിഹ ഗുരുനാം ആയുരാരോഗ്യ സൗഖ്യം. ഭട്ടതിരിക്ക് മാത്രം അതിന്റെ പിന്നാലെ ഇന്ന് പുറം തൊട്ട് എത്ര ആയിരം ആളുകള് നാരായണീയത്ത് പുറപ്പെട്ടിട്ടുണ്ട്. 1000 എന്നൊന്നും പറഞ്ഞാൽ ആവില്ല. അപ്പോ അത് വർണ്ണനേന സ്ഫീതമല്ല, അത് വർണ്ണന കുറച്ചു പറയലേ ആവുള്ളൂ. അത് ഏതുപോലെ ഇപ്പോ സൂര്യനെ സഹസ്രകിരണൻ എന്ന് പറയും. 999 കഴിഞ്ഞിട്ട് പിന്നത്തെ ഉള്ളക്കാണ് 1000 എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ സൂര്യന് കിരണങ്ങള്, രശ്മികള്. അപ്പൊ അത് വർണ്ണിക്കലായില്ല, അത് കുറച്ചു പറയലായി. സഹസ്രകിരണൻ എന്ന് സൂര്യന് പര്യായം ഉണ്ടെങ്കിലും 1000 കിരണങ്ങളാണ് സൂര്യന് ആകെ ഉള്ളത് എന്ന് പറഞ്ഞാൽ ശരിയാവുമോ? ഇല്ല. അതുപോലെയാണ് ഭഗവാനെ സ്തുതിക്കുന്നവർക്ക് 1000 നാവുണ്ടെന്ന് പറഞ്ഞാൽ പോരാ, 2000 നാവുണ്ടെന്ന് പറഞ്ഞാലും പോരാ. നമ്മുടെ നാട്ടിലുള്ള ആളുകളെ പറ്റി നാടൻ ഭാഷയില് ദേഷ്യം വന്നാൽ അപ്പ പറയും മേത്തൊക്കെ നാവ എന്ന്. മേത്തൊക്കെ നാവ് എന്ന് പറയുമ്പോ അതൊരു അപഹസിച്ചു പറയലാണെന്ന് തെറ്റിദ്ധരിക്കേണ്ട. ഭാഗവതം പറയുന്നുണ്ട്. എനിക്ക് ഗുരുവായൂരപ്പ ഇവിടുത്തെ കഥകൾ കേൾക്കാൻ ഒരു 10,000 ചെവിയെങ്കിലും മിനിമം തരണേ എന്ന് ഭക്തിയോടുകൂടെ ഉള്ളിൽ തട്ടി പ്രാർത്ഥിച്ച ഒരു മഹാരാജാവ് ഉണ്ടായിരുന്നു. ഈ ഭാഗവതത്തിൽ കാണാലോ ആ കഥ, എല്ലാവർക്കും അറിയുകയും ചെയ്യാം. പൃഥുചരിത്രം. മേത്തൊക്കെ നാവ് എന്ന് പറയണത് വെറുതെ അല്ല, അദ്ദേഹം അതാ ഭഗവാനോട് വരായിട്ട് മേടിച്ചത്. അതെല്ലാവർക്കും അറിയാം. ആ കഥ പറഞ്ഞു കഴിഞ്ഞതാണ്, അതിനിവിടെ പ്രസക്തിയില്ല. എന്തായാലും പൃഥു മഹാരാജാവ് ദേവേന്ദ്രനോട് തമ്മിത്തല്ലി. ദേവേന്ദ്രന് 1000 കണ്ണല്ലേ? അയ്യേ, ആ കഥ പറയുന്നതാണ് ഇത്. 1000 കണ്ണ് എങ്ങനെ ഉണ്ടായിരുന്നു ചാക്യാര് പറഞ്ഞാൽ ശിവശിവ നമ്മളൊക്കെ ചെവി പൊത്തും, അത്ര വഷളാണ്. അത് പറയാൻ നമുക്കെന്താ അധികാരം? ചാക്യാര് കഥ പറയണ്ടെങ്കിൽ ശ്ലാഘ്യഗീര് KP നാരായണ പിഷാരടി ചാക്യാര് എന്ന മലയാള പദത്തിന് സംസ്കൃതത്തില് ഒരു ബഹുമതി കൊടുത്തിരിക്കുന്ന ശ്ലാഘ്യഗീര് ആയിട്ടുള്ള ശ്ലാഘ്യന്മാര്, സൂതന്മാര് ഭഗവാന്റെ കഥ വർണ്ണിക്കുമ്പോ അങ്ങനെയൊക്കെയാണ് പറയുക. അപ്പോ ഭഗവത് കഥകള് എത്ര വിസ്തരിച്ചു പറഞ്ഞാലും മതിയാവില്ല, കേട്ടാലും മതിയാവില്ല. അതുകൊണ്ട് എനിക്ക് ഭഗവാനെ ഒരു 10,000 ചെവി തരണേ എന്ന് പ്രാർത്ഥിച്ച പൃഥുവിന്റെ രൂപം നമ്മളൊന്ന് ആലോചിക്കുക.
1000 കണ്ണും മേത്തൊക്കെ വെച്ച് കിടക്കുന്ന ദേവേന്ദ്രന്റെ രൂപം ആലോചിക്കുക. അത് ഓർമ്മ വരികയരുത്. ഇതോ അയുധം എന്നാണ്. വിധൽസ്വകർണായുധം ഏഷമേവര, വിധൽസ്വകർണായുധം ഏഷമേവര. എന്തിനാത്? ശ്രുത്യതാവർണ്ണനേന സ്ഫീതം. സജ്ജനങ്ങള് ഭഗവാന്റെ കഥകള് 2000 നാവ് കൊണ്ട് നാരായണീയത്തിൽ എന്ന പോലെ വർണ്ണിക്കുമ്പോ അത് മുഴുവനും എവിടെ ഇരുന്നാലും കേൾക്കാറാവണം. അതാണല്ലോ പറഞ്ഞു വന്നത്. ഇന്നിപ്പോ ഇന്ത്യയിലെ എത്ര നാരായണീയ സമിതി ഉണ്ട്? അനവധി. ഗുരുവായൂരില് അവരെല്ലാവരും വന്ന് സേവിക്കാറുണ്ട് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോ ഡൽഹിയില്, ബാംഗ്ലൂര്, മദ്രാസില് ഞങ്ങൾ തുടങ്ങിയാൽ ബോംബെയില്, നാഗപ്പൂര്, ഓരോ ദിക്കിലും പറയണു. കൽക്കട്ടയില് ഒരു 3000, 4000, 5000 വരെയൊക്കെ നാരായണീയ സമിതികൾ ഉണ്ടാവും എന്നാ പറയണത്. അതിൻ്റെയൊക്കെ ഒരു കണക്ക് മാങ്ങോട് രാമകൃഷ്ണൻ ഒരാൾ പറയണ കേട്ടു. അതുകൊണ്ട് പറയുകയാണ്, എനിക്കൊരു വിവരമില്ല അതിനെപ്പറ്റി. എങ്കിലും എത്രയോ സമിതികളുണ്ട്, അവരോടുമായിട്ടൊക്കെ ബന്ധപ്പെടുന്നുണ്ട്. അവരെയൊക്കെ ഗുരുവായൂർക്ക് ക്ഷണിച്ച അവരുടെ നാരായണീയ പ്രോഗ്രാം ഗുരുവായൂർ വെക്കുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോ നമ്മൾ ആലോചിക്കുക, വർണ്ണനേന സ്ഫീതം ജനുഷാസ്തുത്യത വർണ്ണനേന സ്ഫീതം. ഈ നാരായണീയം അതങ്ങോട്ട് വലുതായി എത്ര വലുതായി പറയാൻ വയ്യ. ആ മേപ്പത്തൂരിനെ പറ്റി അത്ഭുതാവഹമായ ഒരു കഥ തിരുവനന്തപുരത്ത് പറയാറുള്ളത്, മഹാരാജാവിനോടുകൂടെ അദ്ദേഹം പ്രദക്ഷിണം വെക്കുമ്പോ വിളക്കുകള് ഒരു ഭാഗത്ത് ഉണ്ട്. രാജാവിന്റെ ഒപ്പം നടക്കണം മേപ്പത്തൂരിന് ഈ വിളക്കിന്റെ ചൂടത്ര പിടിക്കണില്ല. അപ്പൊ അദ്ദേഹം ഒരു മൂക്ക് അടച്ചു പിടിച്ചിട്ട് ഒരു ഊത്ത് ഊതിത്രേ. ഒരു വരിയിലുള്ള വിളക്കുകൾ പോലും കറണ്ട് പോണ പോലെ അത് കിട്ടും. രാജാവ് അമ്പരന്നു. ഇതെങ്ങനെയാത്? മേൽപ്പത്തൂരിന്റെ വർണ്ണനേന സ്ഫീതം. 2000 നാവുള്ള ആളുടെ ആ ശരിയായ മുഖം, അനന്തമായ മുഖം, അത് അവിടെ വന്നുപോയി. ഒന്ന് മിന്നി മറിഞ്ഞപ്പോഴാണ് ഈ വിളക്കുകളൊക്കെ കിട്ടുന്നത്രേ. അതുപോലെ വാരം ഇരിക്കുമ്പോ തലേ കൂടെ മുണ്ടിടണം എന്ന് നിർബന്ധാക്കിയത് മേൽപ്പത്തൂരിന്റെ മുഖം കണ്ടപ്പോഴാത്രേ. അനന്തന്റെ 1000 മുഖങ്ങളുടെ ചൈതന്യാണ്. അപ്പം കാണാൻ വയ്യ. വസ്ത്രം ഇട്ട് വേദം ചൊല്ലി, ഇങ്ങനെയൊക്കെ പല ഐതിഹ്യങ്ങളും പറയാറുണ്ട്. എന്തിനാത്? വർണ്ണനേന സ്ഫീതം. മേൽപ്പത്തൂരിന്റെ നാരായണീയത്തിന്റെ വലിപ്പം ദ്വേധാ നാരായണീയം, ദ്വേധ, ഇരട്ടിയായിട്ട് എല്ലാവർക്കും അനുഭവപ്പെടട്ടെ. 1000 നാവുള്ളവന് 2000 നാവ്, മേലത്തെ നാവ് എന്നായിക്കോട്ടെ. ചെവി 1000, 10000 ആവണമെന്ന് പറഞ്ഞതുപോലെ ഇങ്ങനെ ഭാഗവതത്തിലെ കഥാഭാവങ്ങളെ മുഴുവനും പട്ടേരിപ്പാട് ഉണ്ണിയായ ഗുരുവായൂരപ്പന് വെണ്ണ എടുത്ത് യശോദ കൊടുക്കുന്നത് പോലെ കൊടുത്തു. അത് ഒടുവിലായപ്പോഴേക്ക് എന്തായി? അജ്ഞാത്വ എന്ന് പറയാറായി. എന്താ അത്? ഒന്നും അറിഞ്ഞിട്ട് പറയല്ല ഗുരുവായൂരപ്പ. പലതും പറഞ്ഞു കേട്ടതൊക്കെ അടിയൻ അവിടുത്തെ പാടി കേൾപ്പിച്ചു എന്നൊരു കൃതാർത്ഥത ഉള്ളിലുണ്ടാവാൻ പറയുകയാണ്. ആദ്യം പറഞ്ഞോടോ, നദി നിഷേവാവിരചയൻ. ആവലാതി പറഞ്ഞപ്പോ വല്ലാണ്ട് ഉള്ളിൽ തട്ടി പറഞ്ഞു പട്ടേരി, ഞാൻ ഇവിടെ എവിടെയെങ്കിലും കഴിഞ്ഞു കൂടിക്കോളാം. പുരക്ലുപ്തേ പാദേ വരദ തവനേഷ്യാമി ദിവസാൻ യഥാശക്തി വ്യക്തം നദി നിഷേവാവിരചയൻ. നദികളുമായിട്ട് നമസ്കാരവും പ്രദക്ഷിണം വയ്ക്കലും നാമം ജപിക്കലും ഒക്കെ ആയിട്ട് അടിയൻ ഇവിടെ കഴിഞ്ഞു കൂടിക്കോളാം എന്ന് പറഞ്ഞപ്പോ ഗുരുവായൂരപ്പൻ തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ വല്ല വിധേനയും കഴിഞ്ഞു കൂടിയാ പോരാ. ഭാഗവതാക്ഷരത്നോ നാരായണീയ നവനീതവിധം ഗൃഹീത്വ. ഭാഗവതം കടഞ്ഞ് അങ്ങയുടെ ബുദ്ധി കൂർമ്മത പ്രയോഗിച്ച് അതിൽ നിന്നും കിട്ടുന്ന വെണ്ണ എനിക്ക് തന്നോളൂ. വെണ്ണയും പാലും തൈരും മോരും ഒക്കെ കൃഷ്ണാവതാരത്തിന്റെ സമയത്ത് ഭാഗവതത്ത് പറയുന്നുണ്ട്. എന്താ ചെയ്തത്? വലിയ ഗോപന്മാര് പോലും ഉണ്ണിണ്ടായി, നന്ദഗോപർക്ക് ഉണ്ണിണ്ടായി, യശോദയ്ക്ക് ഉണ്ണിണ്ടായി എന്ന് പറഞ്ഞ് ബഹളം കൂട്ടി വരണോരൊക്കെ
സന്ദർഭം മറന്നു, അല്ലെങ്കിൽ സന്തോഷം കൊണ്ട് എല്ലാം മറന്നു. അപ്പൊ എന്തായി? ഗോപ പരസ്പരം ഹൃത്താദധി ക്ഷീരഘൃതാംബുഭി ആസിഞ്ചന്തോ വിലിംബന്തോ നവനീതൈശ്ച ചിക്ഷിവു നവനീതൈശ്ച ചിക്ഷിവു നവനീതൈശ്ച ചിക്ഷിവു. കൃഷ്ണാവതാരം കഴിഞ്ഞിട്ട് നന്ദഗോകുലത്തിലെ അമ്പാടിയിലുണ്ടായ ബഹളം വീഡിയോ ചിത്രീകരിക്കുന്നുണ്ട് ഇല്ലേ? അതുപോലെയായി ഇപ്പോ വെണ്ണയും പാലും തൈരും മോരും ആയിട്ട് വെണ്മയുടെ സാത്വിക ഭാവത്തിന്റെ പരസ്പരം ഹൃത്താദധി ക്ഷീര ഘൃത അമ്പുഭി ആസിഞ്ചന്ത. നമുക്ക് വെണ്ണ തലേ കൂടെ ഒഴിക്കാം, തൈര് തലേ കൂടെ ഒഴിക്കാം, പാല് തലേ കൂടെ മേലെ കൂടെ ഒഴിക്കാം. ഉറക്കം ചിരിക്കണമല്ലോ വായിലേക്ക് ദൂരെ നിന്ന് എറിയ. ഇതെന്താ? ഹോളി ആഘോഷത്തിന് പതിവുണ്ട് അങ്ങനെയൊക്കെ ഇന്ന്. അത് ചുവപ്പും കറുപ്പും ഒക്കെ ഉണ്ട്. നമുക്കൊക്കെ രജസ്തമോ ഗുണങ്ങളില്ലാണ്ട് ഒന്നുമില്ലല്ലോ. അന്ന് അതില്ല. ശ്രീശുവൻ അതാ പറയണത്, ഒരു ലവലേശം കറുപ്പോ ചുവപ്പോ അല്ല, മുഴുവനും വെണ്മ വെണ്മ. സകല ആളുകളും ബലരാമനെ പോലെ വെളു 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 വെളുവെളെ വെണ്ണയും പാലും തൈര് കൊണ്ട് അഭിഷേകം. കുട്ടികളല്ല, വലിയവര് ചെയ്യുമ്പോ ഇതൊക്കെ ഈ കിടക്കണ കുട്ടികളെ രാമനും കൃഷ്ണനും കാണില്ലേ? ആലോചിച്ച് നോക്കൂ. അപ്പൊ അവര് വലുതായ എന്താവണം? അങ്ങനെ വൃന്ദാവന ലീലയില് അമ്മയുടെ വെണ്ണയും പാലും ഒക്കെ കഴിച്ച് രാമകൃഷ്ണന്മാര് ഒരാള് ഭട്ടതിരിപ്പാടായിട്ട് സംഘർഷനായിട്ട് സേവിക്കുന്ന ആളായിട്ടും മറ്റാള് ശ്രീരാഗത്തിരിക്കുന്ന ഉണ്ണിക്കണ്ണനായിട്ടും വന്നപ്പോ പരസ്പരം ഈ വെണ്ണയും പാലും തൈരും അന്ന് അമ്പാടിയിൽ വലിച്ചെറിഞ്ഞ പോലെ ഇതമിഹ ഗുരുതാം ആയുരാരോഗ്യ സൗഖ്യം, ഇതമിഹ ഗുരുതാം ആയുരാരോഗ്യ സൗഖ്യം ലോകം മുഴുവനും നിറച്ചു. ഭാരതത്തിൽ തന്നെ 5000-ലധികം നാരായണീയ സന്ധികൾ ഉണ്ടായി എന്ന് പറയാൻ അതാണ് കാരണം. അതുകൊണ്ട് ബോംബെയിലായാലും ഡൽഹിയിലായാലും കൽക്കട്ടയിലായാലും മദ്രാസിലായാലും ബാംഗ്ലൂരിലായാലും നാരായണീയം നാരായണീയം തന്നെ. അതെ, ഓരോരുത്തരുടെയും അത് പ്രത്യേകിച്ചും സ്ത്രീകളുടെ സമിതിയാണ്, മാതൃസമിതികളാണ്, വനിതാവേദികളാണ് അധികം. എന്ന് പറഞ്ഞാൽ പുരുഷന്മാരില്ലാന്നില്ല, എല്ലാവരും കൂടി ചേർന്ന് ഇത് ഭാഗവതം, അതിന്റെ സാരമാകുന്ന വെണ്ണ നാരായണീയം പരസ്പരം ഹൃത്താദധി ക്ഷീരഘൃതാംബുഭി വലിച്ചെറിഞ്ഞ് എല്ലാ ദിക്കിലും പരത്തി നിയന്ത്രണം ഒതുങ്ങി. അങ്ങനെയില്ല, വളരെ വളരെയധികം പരത്തി സകല ആളുകൾക്ക് എത്തിക്കുന്നു. അതിന്റെ പശ്ചാത്തലത്തിലാണ് നമുക്കും ഇവിടെ അനവധി ആളുകൾ ചേർന്ന് നാരായണീയ മഹോത്സവം കൊണ്ടാടാനിടയായത്. വൃന്ദാവനത്തിലെ നന്ദോത്സവം എന്ന് പറഞ്ഞ അവര് കൊണ്ടാടിയത് നമുക്കും കൊണ്ടാടാൻ ശ്രീപത്മനാഭസ്വാമി അനുവദിച്ചു. തിരുവല്ലഭ സ്വാമി, തിരുനക്കര ശ്രീകൃഷ്ണ ഭഗവാൻ ഇവിടെയുള്ള സജ്ജനങ്ങളുടെ ഈ ആസ്ഥാനം അനുവദിച്ചു. അതുകൊണ്ട് നമ്മളും ഇന്നല്ലെങ്കിൽ നാളെ ശരീരം കളത്രം സുതം ബന്ധുവർഗം വയസ്യം ധനം സത്മഭൃത്യം ഭുവഞ്ച സമസ്തം പരിത്യജ്യ. നമുക്കുണ്ട് ഒരു സന്യാസം. എനിക്ക് അതിനുള്ള അർഹതയൊന്നുമില്ല എന്ന് പറഞ്ഞ് നിന്നിട്ട് കാര്യമൊന്നുമില്ല. കലായാൽ സന്യസിപ്പിക്കും എന്ന് പറഞ്ഞാലോ അവിടെ എല്ലാം വിട്ടുപോവുക എന്നർത്ഥമാണ്. ആ സമ്യക് ന്യാസം എന്തൊക്കെയാ അവിടെ വിട്ടുപോകേണ്ടത്? ശരീരം കളത്രം സുതം ബന്ധുവർഗം വയസ്യം ധനം സത്മഭൃത്യം ഭുവഞ്ച സമസ്തം പരിത്യജ്യ. എൻ്റെ എന്നും പറഞ്ഞ അഹദ്നാമതകളായിട്ട് കൂട്ടിവെച്ചതൊക്കെ വിട്ടുപോകാം. പൂണൂല് വേണ്ട, വസ്ത്രം വേണ്ട, ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യശൂദ്രൻ എന്നുള്ള ഭാവങ്ങൾ ഒന്നും വേണ്ട, സ്ത്രീ പുരുഷ ഭാവങ്ങളും വേണ്ട. പിന്നെയോ ജീവാത്മ പരമാത്മ ഐക്യം. എന്നെ ഭഗവാൻ വിളിച്ചു, ഞാൻ പോവുക, വരണം വരൻ മാത്രം. ആ സമ്യക് ന്യാസം വേണ്ടാത്തതൊക്കെ പറയട്ടെ. ഈ ജീവന് ഇന്നല്ലെങ്കിൽ നാളെ നഭപദന്ത്യാത്മസമം പദത്ര തഥാ സമം വിഷ്ണുഗതി വിവസ്ഥിത. ചിറക് വെച്ച് പറന്നുയരേണ്ടുന്ന പരമഹംസങ്ങളായി മാറേണ്ടതുണ്ട് നമുക്കൊക്കെ. ആ മാറ്റം ഇവിടെ നമുക്ക് ഭഗവാൻ നാരായണീയം എന്ന മഹോത്സവത്തിലൂടെ കാണിച്ചു തരുന്നു. ആദ്യം പറഞ്ഞുല്ലോ, സൂര്യസ്പർദ്ധി കിരീടമായിട്ടുള്ള ഭഗവാന്റെ 2 ശ്ലോകം കൊണ്ടുള്ള കേശാദിപാത വർണ്ണനത്തിന് ഭഗവാൻ എടുത്തു വെച്ചതാണ് 10 ശ്ലോകം കൊണ്ട്.
കേശാധിപാതി വർണ്ണനം ഭട്ടതിരിക്ക് അതിന് തൊട്ട് മുമ്പുള്ള ശ്ലോകത്തിൽ പറഞ്ഞത് ആലോചിച്ച് നോക്കൂ. അസ്പഷ്ടം ദൃഷ്ടമാത്രേ എന്ന് ആദ്യം പറഞ്ഞ ആള് 99-ാം ദശകത്തിന്റെ അവസാനത്തിലും അത് ഓർമ്മിപ്പിച്ചു. ഗുരുവായൂരപ്പ ഇത്രയൊക്കെ അവിടുത്തെ കഥകള് അടിയമ്പോ അടിയിട്ടു. അവ്യക്തം സ്വരൂപം, അവിടുത്തെ സ്വരൂപം അടിയന്റെ ഉള്ളില് വ്യക്തമായിട്ടില്ല. വേദത്തിൽ അങ്ങനെ പറഞ്ഞു, അവിടെ അങ്ങനെ പറഞ്ഞു, ഇവിടെ അങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറയാം. പണ്ടൊരാള് പറഞ്ഞില്ലേ, ചോറുണ്ട്, കൂട്ടാനുണ്ട്, ഉപ്പേരിയുണ്ട്, എല്ലാം ഉണ്ട്, ഞാൻ മാത്രം ഉണ്ടില്ല. എന്താ കാര്യം ഉണ്ടായിട്ട്? ഇതുപോലെ അവ്യക്തം സ്വരൂപം പലതും പലതും പക്ഷേരി വർണ്ണിച്ചു. ഗംഭീരായി എന്ന് ബാക്കിയുള്ളവര് പറഞ്ഞാലും അടിയന്റെ അനുഭവം പിടിച്ചോട് പറയട്ടെ, ഇപ്പോഴും തുടങ്ങിയെടുത്ത് തന്നെയായുള്ളൂ. അസ്പഷ്ടം അവ്യക്തം സ്വരൂപം ദൃഷ്ടമാത്രേ പുനഃ ഒരു പുരുഷാർത്ഥാത്മകം എന്നുള്ള ആ പദ്ധതി അടിയനിക്ക് അവരെ കിട്ടിയിട്ടില്ല. ഗുരുവായൂരപ്പ എന്ന് ഓർമ്മിപ്പിച്ച് നിർത്തിയപ്പോഴാണ് ഗുരുവായൂരപ്പൻ പറയണത്, എന്നാ അതെ ഇങ്ങോട്ട് നോക്കൂ പട്ടേരി, അഗ്രേ പശ്യാമി, അഗ്രേ പശ്യാമി. പിന്നൊരു വർണ്ണനയുണ്ട്, അഗ്രേ പശ്യാമി തേജ നിബിഡതരകളായാവലീലോഭനീയം. അവിടുത്തെ നീലമേഘശ്യാമള വർണ്ണം കൂടിച്ചേർന്നിട്ടുള്ള സ്വരൂപം, ഗോപിമാരുടെ ശ്യാമസുന്ദര എന്ന് വിളിക്കുന്ന സ്വരൂപം, മഹാ ശ്രീപത്മനാഭനെ എപ്പോഴും സുന്ദര, ലോകസുന്ദര എന്നൊക്കെ വിളിക്കുന്ന സാക്ഷാൽ ഭഗവാന്റെ ആ സ്വരൂപം അത് തനിക്കും കാണാറായി എന്ന് പറഞ്ഞു കൊട്ടയിരിപ്പാട്. അഗ്രേ പശ്യാമി. ഇതുവരെയൊക്കെ മോഹങ്ങൾ പറയലായിരുന്നു, ദണ്ണം മാറ്റിത്തരണേ, ദണ്ണം മാറ്റിത്തരണേ, ദണ്ണം മാറ്റിത്തരണേ. നദി നൃതിഷേവാ വിരചകൻ. വൈദികമായ തൻ്റെ അറിവിനെയും അദ്ദേഹം ഒന്നിച്ചു കൂട്ടിച്ചേർത്ത് ഒരു ദശകത്തിലൂടെ കൃഷ്ണതസ്മൈ നമസ്തേ, കൃഷ്ണതസ്മൈ നമസ്തേ, ഭഗവാനുള്ള നമസ്കാരമായിട്ട് ചേർത്ത് പറഞ്ഞു. തൻ്റെ വൈദിക പാണ്ഡിത്യം ഭാഗവതത്തിലെ ശ്രുതിഗീതയുണ്ട്. അതുപോലെയാണ് ഭട്ടതിരിപ്പാടിന്റെ ശ്രുതിഗീത. വിഷ്ണു സൂക്തത്തെയും വേദത്തിൽ പറഞ്ഞതിനെയൊക്കെ നാരായണീയത്തിലെ ആ ഒടുവിലത്തെ ദശകങ്ങളില് വെച്ച് കൃഷ്ണതസ്മൈ നമസ്തേ, കൃഷ്ണതസ്മൈ നമസ്തേ, അതൊക്കെ എൻ്റെ ഈ ഗുരുവായൂരപ്പൻ ശ്രീകൃഷ്ണൻ എന്ന മട്ടിലുള്ള സ്തുതി. അത് കഴിഞ്ഞിട്ടും വേണ്ട പോലെ ആയില്ല എന്ന് തോന്നിയത് കൊണ്ടാണ് തുറന്നു പറഞ്ഞത്. അപ്പൊ ഭഗവാൻ കാണിച്ചു കൊടുത്തു, എന്നാ കണ്ടോളൂ. അവിടുത്തെ നിബിഡതരകളായാവലീലോഭനീയം. കറുപ്പിന് ഇത്ര ഭംഗിയുണ്ടല്ലേ. കേരളത്തിലെ പഴഞ്ചൊല്ലില്ലേ പട്ടേരി, കറുപ്പിന് ഏഴഴകാണെന്ന്. സപ്തവർണ്ണങ്ങളും വെച്ചുകൊണ്ടുള്ള കറുപ്പിന്റെ നിറം. എല്ലാ നിറങ്ങളുടെയും പൂർണ്ണതയാണ് ഇത്രേ കറുപ്പ്. അപ്പൊ നമ്മൾ നേരെ വിപരീത, ഒന്നുമില്ലാത്ത ചീത്ത നിറാണ് കറുപ്പ് എന്ന് ധരിക്കുന്നു. അതാണ് ഭഗവാന്റെ അടുത്ത് എത്തുമ്പോ ഈ തമോ ഗുണം എന്ന് പറഞ്ഞ് നമ്മൾ തള്ളിക്കളയുന്ന, ദൂരെ ദൂരെ അകറ്റിക്കളയാൻ ശ്രമിക്കുന്നതും ലോഭനീയം, ലോഭനീയം, ലോഭനീയം. ഇത്ര രസമുണ്ടോ കറുപ്പിന്? ഉണ്ട്. അതാണ് അപൂർവം ചില ആളുകളെങ്കിലും വെളുത്ത സ്ത്രീകളെ വേണ്ട, കറുത്ത സ്ത്രീകളെ മതി, വെളുത്ത പുരുഷനെ എനിക്കിഷ്ടമില്ല, ഈ സായിപ്പിന്റെ പോലെ വെളുത്തത്, കറുപ്പാ എനിക്കിഷ്ടം എന്ന് തുറന്നു പറയും. ഭട്ടതിരിപ്പാട് അത് ഗുരുവായൂരപ്പനോട് തുറന്നു പറഞ്ഞു. ലോഭനീയം, കൊതിപ്പിക്കുന്ന കറുപ്പാണ് എൻ്റെ ഗുരുവായൂരപ്പ. ശ്യാമസുന്ദര, സുന്ദര, ഭുവനസുന്ദര. വൃന്ദാവനത്തിലും മധുരയിലും വിദർഭ രാജധാനിയിലും മുഴങ്ങിക്കേട്ട പേരാത്. അതാണ് സുന്ദര, ലോക സുന്ദര. സ്വാതി തിരുനാളും വിളിച്ചത് അല്ലേ. അപ്പോ ലോകസുന്ദരനായിട്ട് ഗുരുവായൂരപ്പനെ കാണണമെങ്കിൽ അവിടുത്തെ ആ നീലമേഘശ്യാമള വർണ്ണം തന്നെ വേണം. അത് പറഞ്ഞു ലോഭനീയം. ഇപ്പൊ എന്താ തോന്നണത്? നീലക്കടലിന്റെ തിരമാല വന്ന് ഇവിടെ ഭഗവാനെ കിട്ടിയില്ലോ, അവ്യക്തമാണല്ലോ എന്ന് പറഞ്ഞിരിക്കണേ, എന്നെ പുറത്തു തലോടി മുക്കിക്കുളിപ്പിച്ചു, ആനന്ദത്തിൽ ആറാടിച്ചു, പീയൂഷത്തിൽ അമൃതിൽ ഞാൻ
ഗുരുവായൂരപ്പ മുങ്ങിക്കുളിച്ചു. അമ്പലക്കടവിൽ പോയിട്ട് അവിടെ മുങ്ങിക്കുളിച്ചതുപോലെ അല്ല ഈ അമൃതിൽ അടിയൻ മുങ്ങിക്കുളിക്കുമ്പോൾ. അത് അടിയന് ബോധ്യപ്പെട്ടു. അതെ പട്ടേരി, അവ്യക്തം അവ്യക്തം എന്ന് പറയാണ്ട് സൂക്ഷിച്ചു നോക്കൂ. കണ്ണട വേണമെങ്കിൽ വെച്ചോളൂ, എന്നിട്ടൊന്ന് നോക്കൂ. ശരിയാ. തതനു തതുതരേ ദിവ്യ കൈശോരവേഷം. ഈ കൈശോര ശബ്ദം പട്ടേരിപ്പാട് പല സ്ഥലത്തും ഇതിനു മുമ്പ് ഉപയോഗിച്ചിട്ടുണ്ട്. വൃന്ദാവനത്തിലെ ഉണ്ണികൃഷ്ണനെ പറയിക്കുമ്പോൾ അയ്യ കിശോര, കൈശോരഭാവം, കൈശോരഭാവം ഭാഗവതത്തിൽ നിന്ന് എടുത്ത് ചേർത്തിട്ടുണ്ട് നമ്മളെ ഓർമ്മിപ്പിക്കാൻ. സന്തം വയസ് കൈശോരേ ഭൃത്യാനുഗ്രഹകാഹനം. കൈശോരഭാവത്തിന് ആ ഭൃത്യാനുഗ്രഹ കാതരത കുറച്ച് കൂടും. അത് കപിലവാസുദേവൻ അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നിടത്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഈ ഭാഗവതത്തിലെ വളരെ പ്രസിദ്ധമായ കഥ പട്ടേരിപ്പാട് പറഞ്ഞിട്ടില്ല എങ്കിലും അത് നമുക്ക് ഓർമ്മിക്കാം. ഈ കൈശോരഭാവത്തിന് അമ്മ യശോദ പിടിച്ച് കെട്ടിയിട്ട് നന്ദഗോപുരം അഴിച്ചു. അച്ഛനും അമ്മയും എൻ്റെ സ്വന്തമാണ്. അച്ഛനെ ഇഷ്ടമാണ്, അമ്മ ഇഷ്ടമാണ്. മറ്റത് അച്ഛനെ ഇഷ്ടമാണെന്ന് പറയാറില്ല, അമ്മ ഇഷ്ടമാണെന്നേ പറയാറുള്ളൂ. അമ്മ കെട്ടിയിട്ടില്ലേ അപ്പൂനെ, ഇപ്പൊ അച്ഛനല്ലേ അഴിച്ചേ, ഉണ്ണിക്ക് ആരോടാ ഇഷ്ടം? കണ്ണിൽ വെള്ളം നിറച്ച് നിൽക്കുക യശോദ. അച്ഛനോടാണെന്ന് പറയുന്ന വിചാരിച്ചത്. അപ്പൊ പറഞ്ഞു അച്ഛനെ കെട്ടിപ്പിടിച്ചുകൊണ്ട്, അമ്മയുടെ കഴുത്തിലേക്കും കെട്ടിപ്പിടിച്ചുകൊണ്ട് അമ്മയും അച്ഛനെ ഒരുപോലെ ഇഷ്ടമാണ്. സ്വന്തം വയസ്സി കൈശോരെ. അത് കഴിഞ്ഞ് ഇഷ്ടം പോലെ കളിക്കട്ടെ യശോദേ, വിട്ടുകൊടുത്തു. ഗോപി തോന്നിപ്പിച്ചൽ. അന്നാണ് ഗോപികളുടെ ഇഷ്ടത്തിന് ആ ഉണ്ണി തുള്ളുകയും ചാടയും പറയെടുത്തുകൊണ്ട് വരെയും, കിണ്ടി എടുത്തുകൊണ്ട് വരെയും, ഗ്ലാസ് എടുത്തുകൊണ്ട് വരെയും, മെതിയടി എടുത്തുകൊണ്ട് വരെയും, കൊട എടുത്തുകൊണ്ട് ഒക്കെ ചെയ്യണത്. എന്തിനാത്? അനത്തലയോളം വെണ്ണ തരാ ഉണ്ണി എന്ന് പറയണം. അത് പറഞ്ഞാൽ അത് എടുത്തു കൊണ്ടുവരാ, അത് വെണ്ണ കഴിക്കുക. അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാത്രേ ഗോപികൾ പറഞ്ഞത് എന്ത് ചെയ്യും? പാട്ടുപാടും, തുള്ളിക്കളിക്കും. അപ്പോഴാ ദൂരത്തുനിന്ന് പഴം വേണോ പഴം, കേലാവാല കേലാവാല ഫലവിക്രയണീതസ്യം കരദ്വയം ഫലൈരപൂരയ. ഒരു പഴക്കച്ചവടക്കാരി വന്നത്. വേഗം ഒക്കെ അവിടെ ഇട്ട് അവളുടെ അടുത്ത് എന്ന് കൈ കാണിച്ചു. അവൾക്ക് അത്ഭുതമായി. ഈ രാജകുമാരൻ ഉണ്ണിത്തമ്പുരാന് തൻ്റെ അടുത്ത് വന്ന് കൈ കാണിക്കാൻ തോന്നി. അവളുടെ വട്ടിയിലുള്ള പഴങ്ങൾ വെച്ചു കൊടുത്തു. മതി അത് അവിടെ വെച്ച് അകത്തേക്ക് പോയി. അവൾക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ? പൂജാമുറിയില് ഈ അഷ്ടമംഗല്യം എന്ന് പറയും, അതിൽ അരി നെല്ല് ഒക്കെ നിറച്ചിട്ടുണ്ടാവും. അതിന്റെ എങ്ങനെയൊക്കെ അറിയോ? അരി ഉമ്മറപ്പടി ഇങ്ങോട്ട് കടന്നു. അതാ കാലു തട്ടി വീണു. കൈ രണ്ടും കട്ടിളപ്പടിയുമ്പോ പിടിച്ചു. അത് കഴിഞ്ഞിട്ട് അയ്യോ കയ്യില് പോയി എന്ന് അവള് കാണരുത്. വീണ്ടും ഇങ്ങനെ തന്നെ പിടിച്ചു. മോതിരത്തിന്റെ ഒക്കെ ഇടയിലെ വല്ലതും പറ്റി പിടിച്ചിട്ടുണ്ടെങ്കിലായി എന്നും പറഞ്ഞ അവളുടെ വട്ടിയിലേക്ക് അങ്ങോട്ട് ഇട്ടിട്ട് അവള് പോകുമ്പോ അവിടെ വെച്ച പഴവും കടിച്ചുകൊണ്ട് അവള് പോണത് ഇങ്ങനെ നോക്കിയിരിക്കുന്ന സ്വന്തം വയസ്സി കൈശോരി. ആ കൈശോര ഭാവത്തിന് എത്ര വില കൊടുത്താലാ മതിയാവാം. അനുഗ്രഹകാതരം. ഭഗവാനും അതെ. ഇതിങ്ങനെ കടിച്ചു തരുമ്പോഴത്തെ മധുരവും ആ പോണ വൃദ്ധയായ അമ്മ രാമായണത്തിൽ ശബരി അതിങ്ങനെ ഓർത്തിട്ട് ഇതിങ്ങനെ തിന്ന. രാമായണത്തിലെ ശബരി അവള് കഴിച്ചതാണ് രാമന് കൊടുത്തത്. മഹർഷിമാര് പോലും അത്ഭുതപ്പെട്ടു. ഇവിടെയോ അവള് കൊടുത്തത് കടിച്ചു തിന്നുകൊണ്ട് അവളെ നോക്കുക. സ്വന്തം വയസ്സി കൈശോരേ ഭൃത്യാനുഗ്രഹകാതരം. അപ്പൊ ഭൃത്യാനുഗ്രഹകാതരത ഈ കൈശോരഭാവത്തിന് കുറച്ച് അധികമുണ്ട്. അതുകൊണ്ട് ഗുരുവായൂരപ്പ ദിവ്യ കൈശോരവേഷം അടിയൻ കാണുന്നു. താരുണ്യാരംഭരമ്യം. ഉണ്ണിക്ക് കുറച്ചുകൂടി വലുതാവണം പട്ടേരി. ഇപ്പൊ എന്താ ചെയ്യാ? 8 വയസ്സുകാരന് ഇത്തിരി കൂടി ആവാം. ഒരു 12 വയസ്സ് എന്നിപ്പോ ഗുരുവായൂരെ ശ്രീലാകത്തേക്ക് നോക്കിയാൽ നമുക്ക് ചില ദിവസമൊക്കെ 2 വയസ്സും 3 വയസ്സൊക്കെ ആയ ഉണ്ണിയെ കാണാം. ചില ദിവസം കുറച്ച് വലുതായ ആളെ കാണും. താരുണ്യാരംഭരമ്യം എന്ന് പട്ടേരിപ്പാടിന് അങ്ങനെയാണ് കാണാൻ സാധിച്ചിട്ടുള്ളത്. എന്താ കാരണം? അതോ പരമരസസുധാസ്വാദരോമാഞ്ചിതാംഗൈ ആവീതം. സകല ആളുകളും ഭാഗവതത്തിൽ പറഞ്ഞ സകല കഥാപാത്രങ്ങളും സകല ദേവന്മാരും സകല ഗോപികളും 16,108
പത്നിമാരും നാരദാദികളും സനകാദികളും ഒക്കെ ഉണ്ടാ ശ്രീരാഗത്ത്. ഒരു ദിക്കും തിരക്കുവാന്ന് ശ്രീരാഗത്ത്. ഉപനിഷത് സുന്ദരി താരം കൊടുത്ത് വെണ്ണയും പാലും തൈരുമായിട്ട് കുടവും തലയിൽ വെച്ച് വരണു ഉപനിഷത് സുന്ദരിമാര്. അങ്കനാ മന്ദരാ മാധവ കുടമൊക്കെ താഴെ വെച്ച് ഉണ്ണികൃഷ്ണന്റെ കയ്യ് നീട്ടിപ്പിടിച്ച് ഓരോരുത്തരും വട്ടം ചുറ്റണു. മണ്ഡലയിഷ്ട ഗോപി മണ്ഡല മണ്ഡിതരായിട്ട് താൻ കാണുന്നു. അംഗഭംഗി കണ്ടൻ അംഗമാൽ പിണഞ്ഞുമേവും അംഗനാജനത്തോടെ മനം കലർന്ന മാധവൻ. രംഗനാഥൻ എന്നു പേർ പുകഴ്ന്ന നാഥൻ ഇന്നെനിക്ക് സംഘനാശമെന്നു ജന്മ മംഗളം വരേണമേ. നാരദാദികളും ഉപനിഷത്തുന്തരികളും കൂടി നൃത്തം ചെയ്യണത് ഇപ്പോഴേ കാണാൻ പറ്റിയിട്ടുള്ളൂ. മറ്റത് വേറെ, ഇത് വേറെ എന്ന ധാരണ ഉണ്ടായിരുന്നത് അത് മാറ്റിക്കൊടുത്തു ആയിട്ട്. മഹർഷിമാരുടെ ഇടയിൽ ഭഗവാൻ നിൽക്കുമ്പോഴും ഗോപിമാരുടെ ഇടയില് ഭഗവാൻ നിൽക്കുമ്പോഴും ഭഗവാന് ഒരുപോലെയാണ്. കോടാനകോടി ജീവാത്മാക്കള് പുറത്ത് ഓരോ വേഷം കെട്ടി നിൽക്കണു. അതിൻ്റെ ഇടയിൽ തനിക്ക് നിന്നാൽ എപ്പോഴും ഗോപീ മണ്ഡല മണ്ഡിത. ഒരു വാക്കും കൂടി പറയാറുണ്ട്, ഗോപീ ഗണപതി ആയിട്ടാ ഭഗവാൻ നിൽക്കണമെന്ന് വെച്ചാലോ. ഗോപീ ഗണപതി ആയിട്ട് നിൽക്കാം, ഗോപീ ഗണപതിയായിട്ടും ഭഗവാൻ നിൽക്കാം. അങ്ങനെ എല്ലാ ഉപനിഷത്തുന്തരിമാരുടെ നടുവിൽ നിൽക്കുമ്പോ ശ്രുതിഗീതയിൽ പറഞ്ഞ ആ താരാട്ട് ഉണർത്തുപാട്ടായിട്ടും ഉറക്കുപാട്ടായിട്ടും പാടണ്ടേ. ജയ ജയ ജയജാമഹിതദോഷഗൃഭീത ഗുണം ത്വമസിയേതാത്മനാ സമവരുദ്ധ സമസ്തഭഗൈ അഖിലഗരോഗസാം അഖില ശക്ത്യവബോധഗതേ ക്വചിത ജയാത്മനാ ചരതോനുചരം നിഗമ. നല്ല ശ്രുതിയില് നല്ല രാഗങ്ങളില് ശ്രുതിഗീതി അങ്ങനെ പാടി കേൾപ്പിക്കുമ്പോ അത് ഭഗവാന്റെ ഉണർത്തുപാട്ടോ ഉറക്കുപാട്ടോ നമുക്ക് ഭാവന ചെയ്യാം. എന്തായാലും ഉപനിഷത്തുന്തരിമാരുടെ നടുവില്, മഹർഷിമാരുടെ നടുവില്, വേദങ്ങളുടെ മുമ്പില് അവിടുന്ന് നിൽക്കുന്നത് അടിയൻ കാണുന്നു. പട്ടേരി മുഴുവൻ പറയൂ, ആദ്യം മുതൽ അവസാനം വരെ. കേശാദിപാദം പാദാദികേശം ശരി, നീലാഭം കുഞ്ചിതാഗ്രം ഘനമലതരം, മുടി തൂങ്ങി വളഞ്ഞങ്ങനെ നിൽക്കണത്. പിന്നിന്ന് മുമ്പത്തും ഒരുപോലെ ഫോട്ടോ എടുക്കണം. ഗുരുവായൂരപ്പന്റെ ആവുമ്പോ അവിടെ മനമാല കഥകളിയില് കൃഷ്ണാട്ടം കളിയില് ഒക്കെ നോക്കിയാൽ ഈ വർണ്ണന ശരിക്കും നമുക്ക് ഇങ്ങനെ അടുത്ത് കാണാം. ആ പീലിത്തിരുമുടിയുടെ പിന്നില് തൂങ്ങിക്കിടക്കുന്ന മാലയുടെ അംശം സംഗീതം ചാരുഭംഗ്യ. പിന്നെ രത്നോത്തം സാഭിരാമം മലയിതമുദയചന്ദ്രകൈ പിഞ്ചജാലൈ ഉദയചന്ദ്രകൈ പിഞ്ചജാലൈ. ശ്രീ മഹാദേവന്റെ തലയില് ഒരു ചന്ദ്രക്കല, ഇവിടെ 2-3-4 ചന്ദ്രക്കലെങ്കിലും മിനിമം ഉണ്ടെന്നാണ്. ഉദയചന്ദ്രകൈ പിഞ്ചജാല, മയിൽപ്പീലി വെച്ച് കണ്ടാൽ ഉദിച്ചു വരുന്ന ചന്ദ്രന്റെ പ്രഭ, എല്ലാ നിറങ്ങളോടും കൂടിയ കളർ കോമ്പിനേഷൻ എന്നൊക്കെ നമ്മൾ പറയണില്ലേ. അത് ഭാഗവതത്തിലെ പ്രഥമസ്കന്ധത്തില് ഗുരുവായൂരപ്പന് കൊച്ചുകുട്ടികള് മാനദ്യ മഴവിൽ കൊടിയേ മായരുതേ നീ മായരുതേ നീരതപാളികൾ മോളിലുറക്കിയ ഇലപ്പീലിക്കാവടിയേ എന്നൊക്കെ വിളിക്കും. അതുപോലെ പ്രഥമസ്കന്ധത്തിൽ വർണ്ണിക്കുന്നുണ്ട്. അനർത്ഥരാജ്യത്തേക്ക് ഈ മഴവില്ലിനെ പിടിച്ചു വലിച്ചാൽ എന്താ എന്ന് തോന്നി ഭഗവാൻ അനർത്ഥരാജ്യത്തിൽ നിന്നു എന്ന് പറയുന്നിടത്ത് ഉപയോഗിക്കുന്നതാണ് ഈ ഭംഗി അയറിയ ആ ചിത്രം. അപ്പൊ മഴവില്ല് പിടിക്കാൻ വരുമോ? അന്ന് അനർത്ഥരാജ്യത്ത് ദ്വാരകയിൽ നിന്ന് ഇന്ദ്രപ്രസ്ഥത്തിനില്ല ദ്വാരകയിലേക്ക് ഉണ്ടായിരുന്ന ആ മഴവില്ല അവര് പിടിച്ചു വലിച്ചു താഴേക്കാക്കിന്ന്. അവ കുട്ടികളുടെ പാട്ടും ഭാഗവതത്തിൽ വർണ്ണിക്കുന്ന ആ അത്ഭുത രംഗവും തമ്മിൽ നമ്മൾ താരതമ്യപ്പെടുത്തുമ്പോ ഉദയചന്ദ്രകൈ പിഞ്ചജാലൈ, ഉദിച്ചു വരുന്ന ചന്ദ്രന്റെ കലകളോടുകൂടിയ മയിൽപ്പീലി, ആ നിറമുള്ള മയിൽപ്പീലി ശിരസിലണിഞ്ഞ ഭഗവാനെ കാണാം. പിന്നെ മന്ദാരസ്രംഗിവീതം തവ പുഷ്പബരീഭാരം, മാലകൾ ചാർത്തി പിൻഭാഗം മുമ്പിലേക്ക് സ്നിഗ്ധശ്വേതോർധ്വപുണ്ട്രാം അഭിഷസുഹളിതാം ബാലബാലന്ദുവീതി. വലിയ ഗോപി, അതിന്റെ നടുക്ക് ചെറിയ ഒരു പൊട്ട്, ബാലന്ദുവീതിയും ചന്ദ്രപോന്റെ സ്വരൂപം പോലെയുള്ള ആ നെറ്റിത്തളം, പിന്നെ ഊർധ്വപുണ്ഡ്രമായിട്ടുള്ള ഗോപിക്കുറി. ഇനി ഉത്തുംഗോല്ലാസിനാസം, അവിടുത്തെ തൃക്കണ്ണും
നാസികയും നീണ്ടിട്ടുള്ള നാസിക, നീണ്ടിട്ടുള്ള മൂക്ക്, ആ മൂക്കിന്റെ ഇരുവശത്തുമായ നീണ്ട കണ്ണിന്റെ കടാക്ഷം എത്ര 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 ദൂരേക്ക് എത്തും. ഭക്തശിരോമണി വാഴകുന്നം പറയാറുണ്ട് അത്രേ, ഗുരുവായൂരപ്പന്റെ മുമ്പിൽ ഉച്ചപൂജ തൊഴാൻ വരുന്നവരുടെ കുടുംബത്തിലോളം നീണ്ടു നിൽക്കുന്ന തൃക്കണ്ണുകള്. സുലളിതാം ബാലബാലെന്തു വീതിം ഹൃദ്യം പൂർണാനുകമ്പാർണവമൃദുലഹരീ ചഞ്ചലൽ ഭ്രൂവിലാസൈരാനീല സ്നിഗ്ധപക്ഷ്മാവലി പരിലസിതം നേത്രയുഗ്മം. ഇത്ര നീട്ടുണ്ടാവുമെന്ന് നമ്മൾ വിചാരിച്ചിട്ടില്ല. അതാണ് പദപ്രയോഗങ്ങളിലൂടെ നമ്മുടെ മനസ്സിനെ ആകർഷിച്ചെടുത്ത് ഗുരുവായൂരപ്പന്റെ തൃക്കണ്ണിന്റെ കടാക്ഷത്തിന്റെ നീളം കാണിച്ചു തരുന്നു. സാന്ദ്രച്ഛായം വിശാലാരുണ കമലദളാകാരമമുഗ്ധതാരം കാരുണ്യാലോകലീല ശിശിരിത ഭുവനം. അത് നീണ്ട് 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 ഈ ലോകത്ത് അവിടുന്നല്ലാണ്ട് ആരുമില്ല എന്ന് പറഞ്ഞ് ആശ്രയിച്ചാണ് എന്നിലേക്കും നീണ്ടെത്തണേ ക്ഷിപ്യത മയ്യ അനാഥേ. അടിയൻ അനാഥനാണേ ഗുരുവായൂരപ്പ. മുത്തുംഗോല്ലാസിനാഥം അവിടുത്തെ നാസികകള്, പിന്നെ അവിടുത്തെ വ്യാലോല കർമ്മഭാഷാങ്കിത മകരമണി കുണ്ടലദ്വന്ദ്വദീപ്രം കവിളിണകള്, മകരകുണ്ടലം പ്രതിബിംബിക്കുന്ന കവിൾത്തടങ്ങളും മയൂരശോഭയും. ആ മകരകുണ്ടലങ്ങളുടെ പ്രഭ കവിളില് കണ്ണാടി പോലെയുള്ള കവിളില് തട്ടി പ്രതിഫലിക്കുന്നത് പ്രത്യേകം കാണിക്കുന്നുണ്ട്. പിന്നെ അവിടുത്തെ ചുണ്ടുകള് പുഞ്ചിരി ഉന്മീല ദന്തവന്തി സ്ഫുരതരുണതരച്ഛായ ബിംബാധരാന്ത പ്രീതി പ്രസ്യന്തി മന്ദസ്മിത മധുരതരം വക്രം. പതുക്കെ ചുണ്ട് ഒന്നിങ്ങനെ അകറ്റി ചിരിക്കുമ്പോഴത്തെ ആ പല്ലിന്റെ ശോഭ അത് എല്ലാവർക്കും മന്ദഹാസമായിട്ട് ധാരാളമായിട്ട് കൊടുക്കണേ. പ്രഹസിതം ധ്യാനായനം പ്രഹസിതം. പൊട്ടിച്ചിരി വേണമെങ്കിൽ അത് ഭാഗവതത്തിൽ പൊട്ടിച്ചിരി അധികം വർണ്ണിച്ചിട്ടില്ല. പക്ഷെ പൗണ്ഡ്രക വാസുദേവന്റെ ഒരു വിഡിത്തം പറയലുണ്ടായി. എടോ വാസു, താനല്ല ഇനി മുതൽ വാസുദേവൻ, ഞാനാ. താൻ ആ പേരൊക്കെ കളഞ്ഞിട്ടേ എന്നെ വന്ന് ശരണം പ്രാപിച്ചാൽ പേര് മാറ്റാണ്ട് കഴിക്കാം, ബാക്കിയൊക്കെ മാറ്റേണ്ടി വരും എന്നുള്ളൊരു കത്ത് ഭഗവാൻ അത് സഭയിൽ ഉറക്ക വായിച്ചു. എന്നിട്ട് ഗംഭീരായിട്ട് ചിരിച്ചു എന്ന് പറയുന്നുണ്ട്. പ്രഹസിതം. പിന്നെ തൃക്കഴുത്ത്, ബാഹു, പിന്നെ ഓടക്കുഴൽ വിളി. ആ ഓടക്കുഴൽ വിളി വൃന്ദാവനത്തില് ഭഗവാൻ ഓടക്കുഴൽ വിളിച്ചത് ഒരു ചെറിയ ശ്ലോകം കൊണ്ട് പറഞ്ഞിട്ടേ ഉള്ളൂ. പട്ടേരിപ്പാട് ചെറിയ ശ്ലോകത്തിൽ ഒതുക്കി എന്നതിന് ഗുരുവായൂരപ്പന് ആക്ഷേപമുണ്ട്. ഇവിടെ വലിയൊരു ശ്ലോകം കൊണ്ട് ഓടക്കൊള്ളിനെ വർണ്ണിക്കുന്നു. ബാഹുദ്വന്ദ്വേന രത്നോജ്വലവലയ ഭൃത ശോണപാണി പ്രവാളേനോ വാർത്താം വേണുനാളിയും പ്രസൃത നഖമയൂഖാംഗുലീ സംഗശാരാം കൃത്വാ വക്രാരവിന്ദേ സുമധുര വികസദ്രാഗമുദ്ഭവ്യമാനൈഃ ശബ്ദബ്രഹ്മാമൃതൈസ്ത്വം. ഗുരുവായൂരപ്പ, സിഞ്ചമേ കർണവീഥിയും സിഞ്ചമേ കർണവീഥിയും. ഈ സിഞ്ച എന്ന വാക്ക് ഭഗവാന്റെ ചുണ്ടത്ത് വെച്ച ഓടക്കുഴൽ കൂടെ വരുന്ന ഓരോ രാഗമാലികകളും എന്റെ ചെവിയിൽ വന്ന് എന്നെ ഉണർത്തണേ, ഉയർത്തണേ, കുളിപ്പിക്കണേ, നനയ്ക്കണേ എന്നാണ്. സിഞ്ചമേ കർണവീഥിയും. സിഞ്ച അത് ഗോപികള് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിച്ചതാ ഓടക്കുഴൽ വിളിയുടെ സമയത്ത്. സിഞ്ചങ്കനസ്ത്വധരാമൃതപൂരകേണ ഹാസാവലോകകളഗീതജ ഹൃച്ഛയാഗ്നിം. ഹൃച്ഛയാഗ്നിം സിഞ്ച എന്നാണ്. കാമാഗ്നിയെ ഇല്ലാതാക്കൂന്നല്ല, കാമാഗ്നിയെ നനച്ചു വളർത്തൂ എന്ന് പറഞ്ഞാൽ മഹാദേവനെ പോലെയാക്കൂന്നർത്ഥം. മഹാദേവൻ കാമനെ ചുട്ടു പൊട്ടിച്ചു. അതുകൊണ്ട് എന്തായി? മോഹിനിയുടെ ഒരു സ്വരൂപം കണ്ടപ്പോഴേക്കും പിന്നാലെ ഓടാറായി. കാമദേവനെ ചുട്ടുകരിച്ച ആൾക്ക് ഓടാറായി ഭഗവാന്റെ ഒപ്പം എന്ന് പറഞ്ഞാൽ അതാണ് ഭഗവാന്റെ ആകർഷണ വലയത്തിൽ പെടണമെങ്കിൽ ഉള്ളിലുള്ള ബാക്കിയുള്ള കാമങ്ങളൊക്കെ നശിക്കണം. അത് സിഞ്ചമേ കർണവീഥിയും. എനിക്കും നനവായിട്ട് തരണേ ഗുരുവായൂരപ്പ. ബാക്കിയുള്ളതിനെയൊക്കെ നശിപ്പിച്ച് അവിടുത്തേക്ക് മാത്രം ആവേശമാക്കാവുന്ന
ആ ഭാവം ഗോപികൾക്കുണ്ടായതുപോലെ അടിയനുണ്ടാവണേ. സിഞ്ചങ്കന ധരാമൃത കർണപൂര് ആദികള്, അതാണ് പ്രത്യേകം പറഞ്ഞത്. അധരാമൃതം അത് ചെവിയിലേക്ക് അങ്ങനെ നീണ്ടു നിൽക്കും ഓടക്കോഴിന്റെ അറ്റത്ത് കൂടെ. ഗോപസ്ത്രീകൾ പറഞ്ഞത്രേ ഓടക്കോഴിനോടെ, നീ അത്ര അഹങ്കരിച്ചു നിൽക്കൊന്നും വേണ്ട, നിന്നോട് ഞങ്ങൾക്കൊരു കാര്യം പറയാറുണ്ട്. എന്താ അത്? നീ ഏതായാലും ചുണ്ടുകൂടെ വന്ന് കൃഷ്ണന്റെ അമൃത ആസ്വദിക്കല്ലേ, ചെവിയിലേക്ക് നീണ്ടു നിൽക്കല്ലേ, ഓടക്കോഴിനെ ഇങ്ങോട്ട് നോക്ക, ഞങ്ങളുടെ കാര്യം ആ ചെവിയിൽ ഒന്ന് പറയണേ, ഞങ്ങളുടെ കാര്യം ഒന്ന് പറയണേ. ഓരോരുത്തരുടെ പേരെടുത്ത് ഞങ്ങൾക്കൊക്കെ ഓരോ രാഗങ്ങളുടെ പേരാ, അത് ചെവിയിൽ പറയണേ ഞങ്ങൾക്ക് വേണ്ടി. അയ്മുരളി മുകുന്ദ സ്മേരവക്രാരവിന്ദ ശ്വസന മധുരസജ്ഞേ ത്വാം പ്രണമ്യാദ്യയാചേ അധരമണി സമീപം പ്രാപ്തവത്യാം ഭവത്യാം കഥയ രഹസ്യ കർണേ മദ്ദശാം നന്ദസൂനോ. അത് ഗോപികൾ പറഞ്ഞത് കൊട്ടേരിപ്പാട് സിഞ്ച എന്ന വാക്കുകൊണ്ട് ഇതാ നമുക്കും പറയാനായിട്ട് അവസരം ഉണ്ടാക്കി തന്നു. പിന്നെ അവിടുത്തെ മാർവിടത്തിലുള്ള ആ മാലകള്, കഴുത്തിലെ മാലകള്, പിന്നെ നാനാവർണ്ണ പ്രസൂനാവലിക്ക് ശ്ലകിനിയും വന്യമാലാം, എല്ലാത്തരം ഇലകളും പൂക്കളും ഒക്കെ ചേർത്തിട്ടുള്ള ഗോപന്മാരുണ്ടാക്കുന്ന ചില മാലയുണ്ട്. അത് ഗോപികൾ ഉണ്ടാക്കുന്ന പൂക്കൾ മാത്രമുള്ള മാലകളെക്കാൾ ഭഗവാൻ ഇഷ്ടം. അതാണ് വനമാല എന്ന് പറയാം. ആ വനമാല പോലെ അടിയങ്ങളും കണ്ടകശപിശുകളൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ ഭഗവാന് കൊണ്ടുവന്ന് ഗോപന്മാർ തരുമ്പോൾ അത് സ്വീകരിക്കണ പോലെ ഞങ്ങളെയും എല്ലാവരും സ്വീകരിക്കണേ. അങ്കേ പറ്റാങ്കരാഗൈ അതിശയ വികസൗരഭാവിഷ്ടലോകം ദീനാനേക ത്രിലോകീതതിമതി കൃഷാം വിഭ്രതം മധ്യവല്ലിം. അവിടുത്തെ അരക്കെട്ട് പിന്നെ ഇതാ ഓരോന്നോരോന്നായിട്ട് വർണ്ണിക്കുമ്പോൾ പീതചേരം ദധാനം പീതാംബരപ്പട്ട്, അവിടുത്തെ അരമണി, പൊന്നിങ്കിങ്ങിണി ഇതൊക്കെയായി. ഇനി ഊരൂചാരു അതൊരു കുഴപ്പം. എന്താ? ചിത്തചോരമായ മലമകന്നുള്ള മലർ മങ്ക ചിത്ത മലർ കട്ടുണ്ടായ ഫലമിരെന്നോണം ഉടയവൻ ചുറ്റും പുടവയാം ദിവ്യത്തടവിലാം ഓമൽ തുടകളും മറ്റും. ഭക്തശിരോമണി വാഴകുന്നം പറയണു, മലമകന്നുള്ള മലർമങ്ക ചിത്തമലർ കത്തുണ്ടായ ഫലം ഊരൂചാരൂതവോരൂ ഘനമഹ്നരുഷവും ചിത്തചോരവും രമായാഹ. മഹാലക്ഷ്മിക്ക് ആകെ ഭ്രാന്ത് പിടിക്കും, എന്റെ മനസ്സ് നഷ്ടപ്പെട്ടു, മനസ്സ് ഇവിടെ പിടിച്ചാൽ കിട്ടുന്നില്ല എന്ന് തോന്നിക്കുന്ന മട്ടാക്കി പരിഭ്രമാക്കി. എന്താ എന്റെ മനസ്സ് മനസ്സിരിക്കണില്ല. എന്താ അതിന് കാരണം? ഭഗവാന്റെ ശോഭ കണ്ടു എന്ന് സംശയം. അതുകൊണ്ട് എടാ ഊരുക്കളെ, നിങ്ങള് മഹാലക്ഷ്മിയെ വല്ലാതെ ഭ്രമിപ്പിച്ചു, അതുകൊണ്ട് നിങ്ങളെ ജയിലിടാൻ ഉത്തരവിട്ടിരിക്കുന്നു. എങ്ങടാ ജയിലിട്ടത്? വിശ്വക്ഷോഭം വിശങ്ക്യ. ഇതിപ്പോ ഒരാളൊക്കെ ഭ്രാന്ത് പിടിച്ച പോലെ ആയിരുന്നു മഹാലക്ഷ്മിക്ക്. ഇതുപോലെ എല്ലാവർക്കും ഭ്രാന്ത് പിടിച്ചാൽ പറ്റുമോ? അതുകൊണ്ട് ജയിലിട്ടു, നിന്നെ പുറത്തേക്ക് കാണരുത്. ധ്രുവമനിശമുഖവും അതാണ് മലയാളത്തിൽ പാടിയത്. മലമകന്നുള്ള മലർ മങ്ക ചിത്ത മലർ കെട്ടുണ്ടായ ഫലമിരെന്നോണം ഉടയവൻ ചുറ്റും പുടവയാം ദിവ്യത്തടവിലാം ഓമൽ തുടകളും മറ്റും. അവിടുത്തെ തുഴകള്, പട്ടുവസ്ത്രങ്ങള്, പിന്നെ തിരുമുട്ടുകള്. ആയി സമുദ്രഛായം. ഈ തിരുമുട്ടുകളുടെ ഉള്ളിലാണ് കാക്കൽ നമസ്കരിക്കണമൊക്കെ ഉള്ളത് മുഴുവൻ നിറച്ചു വെച്ചിരിക്കുന്നത്. കപിലോപദേശത്തിലൊക്കെ പ്രത്യേകം പറയുന്നുണ്ട്, നമ്മളിത് ഒരുക്കുന്ന ഒന്നങ്ങനെ ഞെക്കിയാൽ ടിക് 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 അതൊക്കെ ഇങ്ങനെ തുറക്കും. ഇവിടെ ഒരു ഞെക്കി എല്ലാ ഫാനും ഇടുമ്പോ, എല്ലാ ഫാനും ഓഫാക്കുമ്പോ ആ വാതിൽ തുറക്കാൻ ഈ വാതിൽ തുറക്കാൻ ഇപ്പൊ നമ്മളെങ്കിലും ഓടി നടക്കണ്ട, ഇവിടെ ഇങ്ങനെ തൊട്ടാൽ മതി. ഇതുപോലെ അനവധി അനുഗ്രഹങ്ങൾ നമുക്കുള്ളതൊക്കെ ഭഗവാൻ തിരുമുട്ടില് ഒളിപ്പിച്ച് അടച്ചു വെച്ചിരിക്കുക. ഇതിന്റെ സ്വിച്ച് കാണാനല്ലോ, പേടിക്കണ്ട. കാലിന് 10 വിരലില്ലേ? നഖമണി ചന്ദ്രികയാ നിരസ്തതാവേ. ആ 10 വിരലിൽ ഏതിലെങ്കിലും ഒന്ന് തൊട്ടാ മതി. അത് കൈകൊണ്ടൊന്നും വേണ്ട, തല കൊണ്ടൊന്നും മുട്ടിയാൽ മതി. അപ്പോ ഈ തിരുമുട്ടുകൾ തുടർന്ന് നമ്മുടെ തലയിലേക്ക് ഇഷ്ടംപോലെ എല്ലാം വീണോടും. അതാണ് തിരുമുട്ടുകളുടെ ഭംഗി. പിന്നെ കളങ്കാല് മഞ്ജീരം മഞ്ജുനാഥൈരിവ
പദഭജനം ശ്രേയ, പദഭജനം ശ്രേയ. കാല് വീണോളൂ, കാല് പിടിച്ചോളൂ, പറ്റി പിടിച്ചു കിടന്നോളൂ, പാട്ടുപാടിക്കോളൂ, താളം ചെയ്തോളൂ എന്ന് പറയുന്നത് പോലെ പദഭജനമാണ് ശ്രേയസ് എന്ന് പറയുന്ന പോലെ മഞ്ജീരങ്ങള് ഉത്തുംഗാതാമ്രരാജൻ നഗര ഹിമകര ജ്യോത്സ്നയാച ആശ്രിതാനാം സന്താപധ്വാന്തഹന്ത്രീം തതിം അനുകലയേ മംഗളാമംഗുലീനാം. ഇതിലുള്ളത് നാരായണീയത്തിൽ ശരിക്കില്ല, എങ്കിലും ചിലര് എഴുതി ചേർത്തിട്ടുണ്ട്. അമ്മയും കൊണ്ട് പുറത്തേക്ക് വന്നു. പാൽക്കിണ്ണമായിട്ട് അമ്പിളിയമ്മാമനെ പാൽക്കിണ്ണത്തിൽ പിടിച്ചു. ആ സമയത്ത് അമ്പിളിയമ്മാമനും അമ്മയുടെ ഒക്കത്തിരുന്ന് അമ്പിളിയമ്മാമൻ വേണമെന്ന് പറഞ്ഞ് നിരോധിക്കുന്ന ഉണ്ണിയുടെ കൗതുകം കണ്ട് അങ്ങനെ മോഹാലിച്ചപ്പെട്ട് ധീം താഴെ വീണു. ഉണ്ണി അമ്മയുടെ ഒക്കത്തുനിന്ന് ഇറങ്ങി കിണ്ണം എടുക്കാൻ, കിണ്ണത്തിൽ ചന്ദ്രനെ പിടിക്കാന്ന് പറഞ്ഞുകൊണ്ട് മലത്തുമ്പോഴേക്കും താഴെ വീണ് ചന്ദ്രന്റെ കഷ്ണങ്ങൾ കണ്ടു. ഇത്രേ ഇല്ലവകരം ഫോട്ടോ എടുത്ത് വെച്ചിരിക്കുക. ആ കഷ്ണങ്ങൾ അവിടെ ഇരുന്നിട്ട് എന്താ ഉണ്ണി എടുക്കണേ? അമ്മേ, ചന്ദ്രമാമൻ താഴെ വീണ് പൊട്ടി, എന്നിട്ടോ ഞാനതൊക്കെ എന്റെ വിരലുമ്പിൽ എടുത്തു വെക്കുക എന്ന മട്ടിൽ 10 കഷ്ണങ്ങള് നഖമണി ചന്ദ്രികയാ തന്റെ നഖമണികളാക്കി മാറ്റി കൊണ്ടു നടന്നില്ലേ ഭഗവാൻ നിരസ്തതാപേ. അപ്പൊ ആ നഖമണി ചന്ദ്രിക ചന്ദ്രന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ചപ്പോ താഴെ വീണ് ഭഗവാന്റെ പാദത്തിൽ ചന്ദ്രനും ആശ്രയിച്ചു എന്ന് തോന്നിക്കുന്നു. യോഗീന്ദ്രാണാം ത്വദംഗേഷു അധികസു മധുരം മുക്തിഭാജാം നിവാസോ. ഈ കാലിന്റെ അടിഭാഗം അത് കാണണമെങ്കിൽ അത്ര എളുപ്പമല്ല. ഭൂമിദേവി പറയുന്നത് എന്റെ മാറത്ത് കൂടെ കാലിന്റെ അടി വെച്ച് 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 എനിക്ക് നെക്കലസ് പൊളിഞ്ഞു തന്നു. പ്രഥമസ്കന്ധത്തില് ഭാഗവതത്തിൽ പറയുന്നുണ്ട്. ഇതുപോലെ നമ്മുടെ ഹൃദയത്തില്, നമ്മുടെ മാറിൽ, നമ്മുടെ കഴുത്തിൽ, നമ്മുടെ ജീവിതത്തിൽ നെക്കലസ് പൊളിത് നമ്മളെ ആലങ്കാരികമായിട്ട് അനുഗ്രഹിക്കുന്ന ഗുരുവായൂരപ്പന്റെ ആ പാദമൂലം നിത്യം ചിത്തസ്ഥിതമ്മേ, അത് അടിയങ്ങൾക്ക് എന്നും ആശ്രയിക്കാൻ തരണേ. പട്ടേൽപ്പാട് പറഞ്ഞ് അവസാനിപ്പിച്ചു. ത്രിഭുവനപുരപതേ കൃഷ്ണ, ഗുരുവായൂരപ്പ കൃഷ്ണ, കാരുണ്യസിന്ധോ കൃഷ്ണ, കരുണാമൂർത്തേ കൃഷ്ണ. എത്ര വിളിച്ചാലും മതിയാവില്ല. പവനപുരപതേ കൃഷ്ണ, കാരുണ്യസിന്ധോ. എന്താ വേണ്ടത് പറഞ്ഞോളൂ. വിശേഷതാവാൻ മതിശതു പരമാനന്ദ സന്തോഹലക്ഷ്മിയും. ആനന്ദസ്വരൂപനായ ഭഗവാനെ, സാന്ദ്രാനന്ദതനോ ആനന്ദരൂപ ഭഗവന്റെ അവിടുത്തെ എത്ര തവണ വിളിച്ചിട്ടുണ്ട്. ആ പരമാനന്ദം സത്യം പരം ധീമഹി, ആ പരമസത്യം അനുഭവപ്പെടാറാവണേ. ശരി, സമർപ്പിച്ചോളൂ പട്ടേരി. ഭഗവാൻ വിരല് പൊക്കി. രാധാദി ഗോപികമാരും നാരദാദികളും എല്ലാവരും വി ഫോർ വിക്ടറി വിരൽ ഉയർത്തി നിൽക്കണം. അത് കുട്ടികളുടെ ചില മീറ്റിങ്ങിലൊക്കെ കാണാം. എല്ലാവരെ കൊണ്ട് ഇങ്ങനെ പഠിപ്പിക്കും. വിജയശ്രീലാളിതരായി വന്ന സകല കുട്ടികളെ മാനിക്കാനടുത്ത് ഇപ്പൊ പട്ടേരിപ്പാടിനെ മാനിക്കാൻ പോവാണ്. ഈ പറഞ്ഞ ഭാഗവത കഥാപാത്രങ്ങളൊക്കെ ശ്രീലാകത്ത് നിന്ന് 2 വിരൽ ഉയർത്തി കാണിക്കുമ്പോ പട്ടേരിപ്പാട് പറയണു, അവിടുത്തെ മഹാത്മ്യങ്ങൾ അറിയാതെ അജ്ഞാത്വാതേ മഹത്വം യതിഹതിഗതിതം വിശ്വനാഥ ക്ഷമേത. അടിയൻ ഗുരുവായൂരപ്പ ലോകനാഥനായ വിശ്വനാഥനായ അവിടുത്തെ പ്രേരണ കൊണ്ട് എന്തൊക്കെയോ പറഞ്ഞു. അതിൽ തെറ്റുകളുള്ളതൊക്കെ ക്ഷമിക്കുക. ഇതം ഇഹഗുരുതാം ആയുരാരോഗ്യ സൗഖ്യം. അവിടുത്തെ പ്രസാദത്തിന് വേണ്ടി അടിയൻ തയ്യാറാക്കി സമർപ്പിച്ച ഈ നവനാരായണീയ നവനീതം അവിടുന്ന് സ്വീകരിച്ച് എല്ലാ നിലയ്ക്കും നാരായണീയമാണെന്ന് അംഗീകരിച്ച് ഇനിയുള്ള തലമുറകൾക്കും അത് കൊടുത്ത് എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം ഉണ്ടാവാൻ അനുഗ്രഹിക്കണേ. ഇതം ആയുരാരോഗ്യ സൗഖ്യം ഗുരുതാം. ആയുസ് മാത്രം പോരണോ. 100 വയസ്സ്, 102 വയസ്സ്, 107 വയസ്സ്, 125 വയസ്സ് വരെ അവകാശമുണ്ട്. ഞാൻ ഇപ്പോഴും ജീവിക്കുന്നുള്ളത് ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം കൊണ്ട് എന്ന് പറയാറാവണം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ജീവിക്കാറാവണം. എങ്ങനെയെങ്കിലും ഒരു ജീവിതം അതാവരുത്. ഭാഗവതത്തിൽ സൂചിപ്പിക്കാറുണ്ട്. കപിലോപദേശത്തില് ആദ്യം ബ്രഹ്മാവ് കുരങ്ങന്റെ ചാബല്യം തന്നു, പിന്നെ കുതിരയുടെ എടുത്തിയാട്ടം, പിന്നെ കഴുതയുടെ കഥ ഓർമ്മിക്കാറാക്കി, പിന്നെ ഒന്നും പറയണ്ട, നായ്ക്കളെ പോലെ ചുരുണ്ടു കൂടുതലായി. അത് കഴിഞ്ഞാൽ പിന്നെ ഉണ്ട് പാമ്പിനെ പോലെ ഇഴയ, ബാത്റൂമിലേക്ക് ഇഴയ, അവിടെ നിങ്ങളുടെ ഇഴയ. അങ്ങനെയുള്ള അവസ്ഥയല്ല. ആയുരാരോഗ്യ സൗഖ്യത്തോടു കൂടി ജീവിക്കാൻ ശരി പട്ടേരി എല്ലാവരും അനുഗ്രഹിച്ചു. നമുക്കും അതെ. വിശ്വനാഥൻ സാറ്
അനുവദിച്ച് വിളിച്ച് തന്ന ഒരനുഗ്രഹമാണിത്. അതുകൊണ്ട് അവിടുത്തോടും അദ്ദേഹത്തോടും പറയാണ് വിശ്വനാഥ ക്ഷമേധാഹ. ഗുരുവായൂരപ്പനോട് ക്ഷമായാചനം ചെയ്യണത് പോലെ അറിവില്ലാതെ വിഡ്ഢിത്തമായിട്ട് ഈ വലിയ സദസ്സിൽ അദ്ദേഹത്തെ പോലെയുള്ള അനുഗ്രഹീതരായ ഭക്തന്മാരുടെ സദസ്സില് രണ്ടു വാക്ക് പറയാൻ അവസരം തന്ന ആ അനുഗ്രഹത്തിന്, ആ വാത്സല്യത്തിന് നമസ്കാരം പറഞ്ഞുകൊണ്ട് ക്ഷമാപണപൂർവം വാക്കുകൾ ഇവിടെ സമർപ്പിക്കട്ടെ. മോക്ഷാബ്ധിസാരതര ഭാഗവതാഖ്യദഗ്നോ നാരായണീയ നവനീതമിതം ഗൃഹീത്വ മായാമയൗഘ പരിതപ്തജനായ യോദാൽ നാരായണാവനിസുരായ നമോസ്തു തസ്മൈ. പട്ടേരിപ്പാടിനും നാരായണീയം വായിക്കുന്ന സകല സജ്ജനങ്ങൾക്കും സകല ഭാരതീയർക്കും വന്ദനം. നാരായണീയ സന്ധികൾക്കും വാക്കുകൾ ഇവിടെ സമർപ്പിക്കട്ടെ. ഗോവിന്ദനാമ സങ്കീർത്തനം.